നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. നിലനിരിക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. ഇരിക്കാം. ഒരു സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സിലബസ് ഒക്കെ തന്നു. സിലബസെല്ലാം തന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറെ എന്തെങ്കിലും എടുത്തോ? സിലബസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു? ഇൻട്രഡക്ഷൻ. ഹലോ ഹലോ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ സിലബസ് തന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്തോ എന്നുള്ളത് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഹലോ, നമ്മൾ സിലബസ് നോട്ട് ചെയ്തതേ ഉള്ളൂ സാറേ. അതാണ് ചോദിച്ചത്. സിലബസ് നോട്ട് ചെയ്തിട്ട് വേറെ കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. അത് ആ ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ ആയുള്ളൂ. അപ്പം നമുക്ക് ഞാൻ പ്രസന്റ് ചെയ്യാം. ഒരു സെക്കൻഡ് പ്രസന്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അപ്പോൾ സിലബസ് കഴിഞ്ഞു. സിലബസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ടിങ് ദി ക്ലാസ് ആസ് പെർ സിലബസ് എന്ന് തുടങ്ങുകയാണ്. സിലബസ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 3 പുസ്തകങ്ങളുണ്ട്.
അപ്പോൾ ആ പുസ്തകങ്ങൾ ആവശ്യമുള്ള അതിനെന്ത് വേണമെന്നുള്ളത് ലാലുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ പുസ്തകങ്ങളുടെ വായിച്ചോണം. കാരണം പുസ്തകങ്ങളുടെ ബേസ് ചെയ്താണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ആ പുസ്തകം സിലബസ് അനുസരിച്ച് ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിമിത്തങ്ങളും നിമിത്തങ്ങളുമാണ്. അപ്പോൾ ഈ മുഹൂർത്തങ്ങളും നിമിത്തങ്ങളും എന്ന് പറയുമ്പോൾ മുഹൂർത്തം എന്ന് പറയുന്നത് ശരിക്കും വാസ്തുവിൽ വരുന്ന ഒരു വിഷയമല്ല. കാരണം മുഹൂർത്തം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതേസമയം നിമിത്തം എന്ന് പറയുന്നത് ജ്യോതിഷത്തിലുണ്ട്, വാസ്തുവിലുണ്ട്. വാസ്തുവിൽ നിമിത്തങ്ങളുണ്ട്. അത് നിമിത്തങ്ങളിൽ രണ്ട് വിധത്തിലുണ്ട്: ശുഭനിമിത്തങ്ങളും അശുഭനിമിത്തങ്ങളും. അത് ചില നിമിത്തങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കും, ചില ദോഷകരമായിട്ട് ഭവിക്കും. അങ്ങനെ ശുഭനിമിത്തങ്ങളും അശുഭനിമിത്തങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ആ നിമിത്തങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ നിമിത്തം എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രഡക്ഷൻ സമയത്ത് ഞാൻ കുറേ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ തന്നു. അപ്പോൾ ഇൻട്രഡക്ഷനിൽ നമുക്ക് ഈ വാസ്തു, ജ്യോതിഷം തുടങ്ങിയ ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങളിൽ നമുക്കൊരു ആ ശാസ്ത്രം കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിലും മനസ്സിലാക്കിയാൽ തന്നെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ, അത് തിയറി മനസ്സിലാക്കുന്നതും പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും രണ്ടാണ്. തിയറി അത്യാവശ്യമാണ്, തിയറി ഉണ്ടെങ്കിലേ പ്രാക്ടിക്കൽ ചെയ്യാവുള്ളൂ. പക്ഷെ തിയറി ഉള്ളതുകൊണ്ട് മാത്രം പ്രാക്ടിക്കലായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കണമെന്നില്ല. തിയറി എന്തായാലും അത്യാവശ്യമാണ്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെയും ആ തിയറി നല്ല തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നോളജ് ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. തിയറി ഇല്ലാതെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ ഒക്കില്ല. പക്ഷെ തിയറി ഉള്ളതുകൊണ്ട് മാത്രം പ്രാക്ടിക്കൽ ചെയ്യാൻ ഒക്കില്ല. കാരണം തിയറി അപ്ലൈ ചെയ്ത് പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് കുറെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അതിൻ്റെതായ കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ ഈ നിമിത്തങ്ങൾ ഇത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു എക്സാമ്പിളിന് നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ച് ഒരു സ്ഥലം കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു വീട് വയ്ക്കാനാണ്. അപ്പോൾ വീട് വയ്ക്കാൻ ഈ സ്ഥലം കൊള്ളാമോ? അപ്പോൾ നമ്മൾ ചിലപ്പം അവർ വിളിച്ചുകൊണ്ട് നോക്കും, പല കാര്യങ്ങൾ നോക്കും. അപ്പോൾ അവിടെ നമുക്ക് ചില നിമിത്തങ്ങൾ കാണും. അപ്പോൾ ആ നിമിത്തങ്ങൾ ശുഭനിമിത്തങ്ങളാകാം, അല്ലെങ്കിൽ അശുഭ നിമിത്തങ്ങളും ആകാം. അപ്പോൾ ശുഭനിമിത്തങ്ങളാണ് കാണുന്നതെങ്കിൽ അപ്പോൾ അത് ആ വീട് വയ്ക്കാൻ, ആ വ്യക്തിക്ക് വീട് വയ്ക്കുന്നതിന് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ടാണ് വരുന്നത്. അശുഭ നിമിത്തങ്ങളാണ് അവിടെ കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് വാസ്തുപ്രകാരമൊക്കെ എത്ര നല്ലതായാലും ശരി അവിടെ വീട് വയ്ക്കുന്നത് ശുഭമല്ല, നല്ലതല്ല. അപ്പോൾ അത് ഈ നിമിത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ. അപ്പം നിമിത്തങ്ങൾ നമ്മൾ ശരിക്കും നേരത്തുള്ള ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞാണ്, ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു ലിങ്ക്. നമുക്ക് ആ ഹയർ ഫോഴ്സാണ് നമുക്ക് നിമിത്തങ്ങൾ ശരിക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു ഇത് നിമിത്തങ്ങളിൽ കൂടി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അത് കാണുമ്പം അത് ശുഭനിമിത്തമാണോ അതോ അശുഭ നിമിത്തമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മുടെ നിമിത്തങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ശുഭനിമിത്തങ്ങളും അശുഭ നിമിത്തങ്ങളും. പിന്നെ നിമിത്തങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നിമിത്തങ്ങൾ നാച്ചുറൽ ആയിരിക്കണം, അത് സ്വാഭാവികമായിരിക്കണം. അൺനാച്ചുറൽ ആയിട്ട് വേണമെങ്കിൽ സൃഷ്ടിക്കപ്പെടാതെ നമുക്കൊരു അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന നിമിത്തങ്ങൾ ശരിക്കും നിമിത്തങ്ങളല്ല. നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നിമിത്തങ്ങൾ. അപ്പോൾ അത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ അത് അസ്വാഭാവികമായിട്ടൊക്കെ അധികമില്ല, എന്നാലും അപൂർവം ചില കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അടുത്തടുത്ത് രണ്ട് സ്ഥലങ്ങൾ, അപ്പോൾ ഒരു സ്ഥലം ഒരാൾ വാങ്ങിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ആ വാങ്ങിക്കാൻ അത് വീട് വയ്ക്കാൻ കൊള്ളാമോ എന്നൊക്കെ നോക്കാനായിട്ട് അവിടെ വാസ്തുവിൻ്റെ ഒരാളെ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സപ്പോസ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരന് സപ്പോസ് ഈ സ്ഥലം ഒരു നോട്ടം ഉണ്ടെന്നിരിക്കട്ടെ, ഈ സ്ഥലം കിട്ടിയാൽ കൊള്ളാം, വലിയ വിലയൊന്നും കൊടുക്കാതെ ഒരുവിധം ന്യായമായ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം അടുത്ത വീട്ടുകാരുണ്ടായിരിക്കും. അപ്പൊ അങ്ങേർക്ക് ഈ നിമിത്തങ്ങളെ പറ്റി അറിയാവുന്ന ആളാണെങ്കിൽ, നിമിത്തങ്ങളെ പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിൽ ഒരു അശുഭ നിമിത്തം അവിടെ അങ്ങേർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പല അശുഭ നിമിത്തങ്ങളും അവിടെ സ്വാഭാവികമായിട്ടല്ലാതെ അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ട് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സൃഷ്ടിക്കുന്ന നിമിത്തങ്ങളല്ല.
അത് നമുക്ക് ആ ഉദാഹരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു നിമിത്തം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ നിമിത്തം സ്വാഭാവികമായ നിമിത്തമാണോ അസ്വാഭാവികമായത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു, നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുന്ന ആൾക്കാർ, അതായത് ദിവസം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഡെയിലി നമ്മൾ പിന്നെ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ദിവസമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ആ ഉള്ളിലേക്കുള്ള ഇങ്ങനെയുള്ള പോർക്ക് ജ്യോതിഷമായാലും വാസ്തുവായാലും കുറച്ച് നേരമെങ്കിലും ഡെയിലി അത് കൺസൾട്ടേഷനൊക്കെ ചെയ്യുന്നവർ ഒരു മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സമയം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു നിമിത്തം കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടായ നിമിത്തമാണോ അതോ അസ്വാഭാവികമായി ആരെങ്കിലും സൃഷ്ടിച്ച നിമിത്തമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്കിനി ആ നിമിത്തത്തിലേക്ക് പോവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മുഹൂർത്തങ്ങൾ കൂടുതലും വാസ്തുവുമായി ബന്ധപ്പെട്ടതല്ല, ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഈ പുസ്തകത്തില്, ഒന്നാമത്തെ പുസ്തകത്തില് ആദ്യത്തെ ഈ വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും എന്നുള്ള ആദ്യത്തെ ചാപ്റ്ററില് ഇപ്പം പിന്നെ വീടിന് കല്ലിടുന്നതിന്, അതുപോലെ തന്നെ വീടിന് പാലുകാച്ച അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിനൊക്കെ ഉത്തമമായ നക്ഷത്രങ്ങള്, ഉത്തമമായ വാരങ്ങൾ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം നോക്കിയിട്ട് ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു അറിവ് ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നുള്ള മാത്രം വെച്ചിട്ട് ഒരിക്കലും നമ്മളൊരു മുഹൂർത്തം കുറിക്കാൻ പാടില്ല, നമ്മൾ നോക്കാനും പാടില്ല. കാരണം വേറെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ആ പിന്നെ ആ വീടിന്റെ അല്ലെങ്കിൽ ആ വീട് വയ്ക്കുന്ന ഭാര്യയും ഭർത്താവും കൊണ്ട് അവർ രണ്ടുപേരുടെയും ഗൃഹനാഥൻ ഗൃഹനാഥ, അവരുടെ രണ്ടുപേരുടെയും പിന്നെ നക്ഷത്രമൊക്കെ നോക്കി ആ നക്ഷത്രവും അന്നത്തെ നക്ഷത്രവുമായി ചേരുന്നതാണോ, ഇങ്ങനെ പല കാര്യങ്ങൾ. അതൊക്കെ ശരിക്ക് ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതാണ് സമയം നോക്കുന്നത്. അപ്പം ഏതെങ്കിലും മുഹൂർത്തം നോക്കി കല്ലിടാൻ സമയം നോക്കണം, അല്ലെങ്കിൽ കുറ്റിയടിക്കാൻ സമയം നോക്കണം, അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിനുള്ള സമയം നോക്കണം. അങ്ങനെയൊക്കെ സമയം നോക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ജ്യോതിഷം പഠിച്ചിരിക്കണം, ഓക്കെ, ജ്യോതിഷം പഠിച്ച് ഇതൊക്കെ നോക്കാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് ചെറിയ ഒരു പുസ്തകം വായിച്ചെന്നോ അങ്ങനെ വിചാരിച്ചോ അത് ചെയ്യാൻ പാടില്ല. അത് ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയി ജ്യോതിഷം പഠിച്ചവർക്ക് ചെയ്യാം. അല്ലാതുള്ളവർക്ക് അങ്ങനെ ജ്യോതിഷം അറിയാവുന്ന ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാരെ കൺസൾട്ട് ചെയ്ത് നമ്മൾ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ മുഹൂർത്തം കുറിച്ച് തരും, ആ മുഹൂർത്തത്തിൽ ചെയ്യാം. ഒരിക്കലും ഇതിനകത്ത് മുഹൂർത്തങ്ങൾ, അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്ന നിമിത്തങ്ങളായിരിക്കും. പിന്നെ വാസ്തു മുഹൂർത്തം എന്നൊരു മുഹൂർത്തമുണ്ട്, വാസ്തു മുഹൂർത്തം. അത് വളരെ വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. അത് നമ്മൾ അതിലേക്ക് വരികയും ചെയ്യും. നമുക്ക് നോക്കാം. ഇപ്പം ഈ വാസ്തു എന്നുള്ള പേര് വരാൻ കാരണം വസ് എന്നുള്ള ഒരു സംസ്കൃത ധാതുവാണ്. വസ് എന്നുള്ള സംസ്കൃത ധാതുവിന്റെ അർത്ഥം താമസിക്കുക, വസിക്കുക അല്ലെങ്കിൽ താമസിക്കുക. അപ്പൊ വസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം, താമസിക്കുന്ന വീട്. അപ്പൊ അങ്ങനെ താമസിക്കുന്ന വീട്, താമസിക്കുന്ന സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതുപോലെ നമ്മളിപ്പോ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഭൃഗർ അത്രി വസിഷ്ഠസ്യ എന്ന് പറഞ്ഞ്, ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനവോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. അഷ്ടാദശം, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10, അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18. അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. അഷ്ടാദശൈത വിഖ്യാതന്മാരായ ഈ 18 ആചാര്യന്മാരാണ് നമുക്ക് വാസ്തുശാസ്ത്രം എന്ന ആ ഒരു അറിവ്, ഈ പ്രപഞ്ച രഹസ്യങ്ങൾ അവരുടെ ധ്യാനത്തിൽ കൂടിയും അവരുടെ പിന്നെ വളരെ അഗാധമായ ധ്യാനത്തിൽ കൂടിയും തപസ്സിൽ കൂടിയൊക്കെ അവര് ഈ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ 18 ആചാര്യം ഈ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഈ 18 ആചാര്യന്മാരാണ് ഈ വാസ്തുശാസ്ത്ര രഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ പോലെയുള്ള
സാധാരണക്കാർക്ക് വേണ്ടി ഇത് ഉപദേശിച്ചു തന്നിട്ടുള്ളവർ ഈ 18 പേരാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ വാസ്തുശാസ്ത്രപരമായി ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ 18 ആചാര്യ, ഈ ശ്ലോകം അത് പുസ്തകത്തിലുള്ള ഒന്നാമത്തെ പുസ്തകത്തില് 1-ാമത്തെ പേജിൽ തന്നെ ഈ ശ്ലോകം കിടപ്പുണ്ട്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വാസ്തുശാസ്ത്രപരമായി നമ്മുടെ ഓരോ ക്ലാസ്സും നമ്മൾ തുടങ്ങുന്ന ഈ ശ്ലോകത്തോടു കൂടിയായിരിക്കും. ഈ 18 ആചാര്യന്മാരെ സ്മരിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മൾ ഓരോ ക്ലാസ് തുടങ്ങുന്നത്. നിങ്ങളും ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ല, വാസ്തുശാസ്ത്രപരമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഈ 18 ആചാര്യന്മാരെ മനസ്സിലോർത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ അത് തുടങ്ങാൻ. അതുപോലെ നമുക്ക് പിന്നെ ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം, ഈ എങ്ങനെയാണ് വാസ്തുശാസ്ത്രം ഉത്ഭവിച്ചത്, വളരെ 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 ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, ഇങ്ങനെയുള്ള വേദങ്ങളുണ്ട്. ഈ വേദങ്ങളിൽ അഥർവ വേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യവേദം. സ്ഥാപത്യവേദം എന്ന് പറഞ്ഞാൽ പിന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നുള്ള 4-ാമത്തെ വേദമായ അഥർവവേദത്തിന്റെ ഉപവേദമായ സ്ഥാപത്യവേദം. ഈ സ്ഥാപത്യവേദത്തിൽ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് ഇത് കാണുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ സ്ഥാപത്യവേദമാണ്. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് എന്ന് വെച്ചാൽ യാതൊരു സംശയമില്ല, സ്ഥാപത്യവേദമാണ്. അപ്പൊ ആദ്യത്തെ ഒറിജിനൽ, അപ്പൊ അങ്ങനെ വേദകാലഘട്ടങ്ങളിൽ മുതലേ തുടങ്ങിയ ഒരു ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രശാഖയാണ് വാസ്തുശാസ്ത്രം. ഇനി നമ്മൾ നിമിത്തങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നിമിത്തങ്ങൾ 2 വിധത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ശുഭനിമിത്തങ്ങളും അതുപോലെ തന്നെ അശുഭ നിമിത്തങ്ങളും. അപ്പൊ എന്തൊക്കെയാണ് ഈ ശുഭനിമിത്തങ്ങൾ, എന്തൊക്കെയാണ് ഈ അശുഭ നിമിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ശുഭനിമിത്തങ്ങൾ തന്നെ, 1 നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന നിമിത്തങ്ങളുണ്ട്, 2 ചെവി കൊണ്ട് കേൾക്കുന്ന നിമിത്തങ്ങളുണ്ട്, 3 മൂക്കിൽ കൂടിയ ചില സ്മെൽ അല്ലെങ്കിൽ ആ മണം, അതിൽ കൂടി മനസ്സിലാക്കുന്ന നിമിത്തങ്ങളുണ്ട്. നിമിത്തങ്ങൾ പല വിധത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോൾ മനസ്സിലാകും. ആദ്യം നമ്മൾ ശുഭനിമിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആദ്യം അതായത് നമുക്ക് പിന്നെ വേദസൂക്തങ്ങൾ, ഇത് ചെവിയിൽ കൂടി കേൾക്കുന്നതാണ്. നമ്മളിപ്പം ഒരു സ്ഥലം നോക്കാനായിട്ട് പോകുന്നു. ആ സ്ഥലം നോക്കുന്ന സമയത്ത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ഒരു വേദസൂക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും, അല്ലാതെ വേദങ്ങൾ വേണമെന്നുള്ള നിർബന്ധമല്ല, ആത്മീയമായിട്ടുള്ള ഏത് കാര്യങ്ങളും ആ സമയത്ത് നമ്മുടെ ചെവിയിൽ വരികയാണെങ്കിൽ, നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് വേദസൂക്തങ്ങളാണ്. അങ്ങനെ കേൾക്കുന്നത് ശുഭനിമിത്തമാണ്. നമ്മൾ നോക്കാൻ പോകുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗാനം, പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിൽ വരുവാണെങ്കിൽ അത് അടുത്ത വീട്ടിലൊരു കുട്ടിയിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ആ പ്രാർത്ഥന നമ്മുടെ ചെവിയിലേക്ക് വന്ന് കയറുകയാണെങ്കിൽ അത് നല്ല ഇതാണ്. അതെല്ലാം വേദസൂക്തങ്ങൾ എന്നുള്ളതിനകത്ത് വരും. അത് ദൈവികമായ പ്രാർത്ഥനകൾ. അത് അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിൽ കൂടി വരുന്ന അല്ലെങ്കിൽ സ്പീക്കറിൽ കൂടെ വരുന്ന അങ്ങനെയായാലും മതി. എന്തായാലും നമുക്ക് അങ്ങനെയുള്ള എല്ലാം ശുഭനിമിത്തങ്ങളാണ്. അതുപോലെ തന്നെ പടക്കം എന്ന് പറഞ്ഞാൽ, നമ്മൾ പടക്കം എന്നുള്ള അർത്ഥമാണ്. പടക്കം അത് ശരിക്കും അമ്പലത്തിലുള്ള വെടിവെക്കൊക്കെ ഉള്ള വെടിയുടെ ശബ്ദങ്ങൾ, അല്ലാതെ ക്ഷേത്രങ്ങളിലുള്ള വെടികൾ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പടകധ്വനി എന്ന് പറഞ്ഞതിനകത്ത് വരും. ഭേരി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നമുക്കറിയാം, ഈ ചെണ്ടയും നാദസ്വരവും എല്ലാം കൂടെ ഉള്ള ഒരു മേളം ഉണ്ടല്ലോ. അമ്പലത്തിൽ ദീപാരാധന സമയത്തൊക്കെ ചെണ്ട കൊട്ടുന്നു, നാദസ്വരം വായിക്കുന്നു. ആ ശബ്ദങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഭേരി എന്ന് പറയുന്നത്. അപ്പൊ ആ ഭേരിയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അതും അതൊക്കെ ചെവി കൂടെ കേൾക്കുന്നതാണ്. ആ ഭേരിയുടെ ശബ്ദം കേട്ടാൽ അതും ശുഭനിമിത്തമാണ്. അതുപോലെ ശംഖ് വായിക്കുന്ന ശംഖിന്റെ ശബ്ദം അത് കേട്ട് അതും നല്ല നിമിത്തമാണ്. അതുപോലെ വീണ വായിക്കുന്ന ശബ്ദം കേട്ടാൽ, നമ്മൾ ആ സമയത്ത് വീണ വായിക്കുന്ന ശബ്ദം കേട്ടാൽ അതും ഒരു ശുഭനിമിത്തമാണ്. മൃദംഗം വായിക്കുന്ന ശബ്ദം അതും ശുഭനിമിത്തമാണ്. ഇതെല്ലാം ഈ വേദസൂക്തങ്ങൾ, പടകം, ഭേരി, ശങ്കുലി, വീണ, മൃദംഗം എന്നിവയുടെ ശബ്ദം കേൾക്കുക. ഈ ശബ്ദം കേൾക്കുന്നതൊക്കെ ശുഭനിമിത്തമാണ്. അപ്പൊ ഇതെല്ലാം ചെവി കൊണ്ട് കേൾക്കുന്ന നിമിത്തങ്ങളാണ്. അതുപോലെ കണ്ണുകൊണ്ട് കാണുന്ന വെളുത്ത കാള, നമ്മൾ ആ നോക്കുന്ന സമയത്ത് ഒരു വെളുത്ത തറകുള്ള നല്ല കംപ്ലീറ്റ് വെളുപ്പായിട്ടുള്ള വെളുത്ത ഒരു കാള കണ്ടാൽ അത് നല്ല നിമിത്തമാണ്. അതുപോലെ പൂ കൊണ്ട് കോർത്തി കെട്ടിയിട്ടുള്ള ഒരു മാല, അത് കാണുന്നതും നല്ല നിമിത്തമാണ്. കുടയുമായിട്ട് ഒരാൾ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട നമ്മൾ കാണുന്നു, അത് നല്ല നിമിത്തം.
വാഹനം, ഏതെങ്കിലും ഒരു വാഹനം അപ്പോൾ ആ സമയത്ത് നമ്മൾ വെറുതെ നമ്മളൊരു പുരയിടത്തേക്ക് റോഡിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ ഒന്നുകിൽ നമുക്ക് ശ്രദ്ധിക്കത്തക്കവണ്ണം ആ ഗേറ്റിന്റെ അവിടെ ഒന്ന് നിർത്തി എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ ഗേറ്റിൽ കൂടെ അകത്ത് കയറി ആ പുരയിടത്തിലേക്ക് കയറി വരികയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് വാഹനമായാലും അത് നല്ലതാണ്. സ്വർണം, ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. സ്വർണം കാണുകയാണെങ്കിൽ അത് നല്ല ഇതാണ്. സ്വർണം കൊണ്ടുള്ള ആഭരണം കണ്ടാലും മതി. വെള്ളി, അതും നല്ല നിമിത്തമാണ്. സ്വർണം, വെള്ളി. നിറപാത്രം, പാത്രം നിറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പാത്രം നിറഞ്ഞ ഇരിക്കുന്ന പാത്രം, നിറപാത്രം. മത്സ്യം നല്ല നിമിത്തമാണ്. ആഹാര സാധനം, വെള്ളിപ്പറവ, വെളുത്ത നിറമുള്ള കൊക്ക്, അതുപോലെ വെളുത്ത നിറമുള്ള പറവകൾ ഈ പക്ഷികളെ കണ്ടാൽ. മയിൽ, മയിലും നല്ല നിമിത്തം, മയിലിനെ കാണുകയാണെങ്കിൽ നല്ലതാണ്. പൂങ്കുയിൽ, ആന, ആ സമയത്ത് ആനയെ കാണുകയാണെങ്കിൽ. മാൻ, സ്ത്രീ, ഇപ്പൊ ഒരു സ്ത്രീ ആകാവും, ഒരു സ്ത്രീ മാത്രമായിട്ട് നമ്മൾ കാണുന്നു, അത് നല്ലൊരു നിമിത്തമാണ്. ഇതൊക്കെ ആ സമയത്ത് കാണുന്നത്. മംഗല്യം, മംഗല്യം വിവാഹം, അതായത് ആ വിവാഹവുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ അതൊരു റിസപ്ഷന് വേണ്ടി ഇപ്പൊ ഒരു അടുത്തൊരു എന്താ ഓഡിറ്റോറിയം ഒറ്റോണ്ട് അല്ലെങ്കിൽ വീട്ടിൽ അവിടോട്ട് വരനെയൊക്കെ പിന്നെ കൊട്ടുമെല്ലാം ആയിട്ട് നമ്മൾ ആനയിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ കണ്ണിൽ വരികയാണെങ്കിൽ അത് നല്ല നിമിത്തമാണ്. വേദം പഠിച്ചവർ, വേദം അറിയാവുന്ന, വേദങ്ങളൊക്കെ അറിയാവുന്ന ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുകയാണ്. പക്ഷെ അവർ വേദം പഠിച്ചവരാണ് നമുക്ക് അറിയും വേണം, അല്ലെങ്കിൽ ഇത് വേദ പണ്ഡിതരാണ് നമ്മൾ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താലും മതി. അപ്പൊ അവര് വേദം പഠിച്ചവരാണെന്ന് നമുക്ക് വെറുതെ വേദം പഠിച്ചവർ വന്നുകൊണ്ട് കാര്യമില്ല, പക്ഷെ വേദം പഠിച്ചവരാണെന്ന് നോക്കുന്ന ആൾ നമുക്ക് മനസ്സിലാവണം. അങ്ങനെയുള്ള വേദം പഠിച്ചവർ വന്നു കഴിഞ്ഞാൽ അതും നല്ല നിമിത്തമാണ്. തേൻ നല്ലതാണ്. പഴം, ഗുരുക്കന്മാർ, അധ്യാപകരായ ഇവർ അധ്യാപകരെയൊക്കെ ഗുരുക്കന്മാർ എന്നുള്ളതിലെടുക്കാം. അങ്ങനെ അധ്യാപകരാണ് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ഗുരുക്കന്മാർ വരുന്നത്, മറ്റുള്ളവരെ വിദ്യ അഭ്യസിക്കുന്നവരൊക്കെ ഗുരുക്കന്മാർ എന്നുള്ള ഇതിൽ എടുക്കാം. അപ്പൊ അങ്ങനെ വിദ്യ അഭ്യസിപ്പിക്കുന്നവരാരെങ്കിലും അവിടെ വരികയാണെങ്കിൽ അതും നല്ല നിമിത്തമാണ്. അമ്മമാർ, അതായത് മക്കളുള്ള അമ്മമാര്, അവർക്ക് അമ്മമാർ എന്നുള്ള ഇത് വരണമെങ്കിൽ അവർക്ക് മക്കളുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർ വരികയാണെങ്കിൽ. പിന്നെ അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവിക്കുന്നത്, നല്ല മണവും തണുപ്പുമുള്ള ഇളം കാറ്റ്, നല്ല സുഖമുള്ള കാറ്റ് വരിക, നല്ല സുഖം നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇളം കാറ്റ്, വലിയ ശക്തിയായ കാറ്റല്ല, ഒരു തണുത്ത ചെറിയൊരു തണുപ്പൊക്കെ ഉള്ള ഒരു സുഖമുള്ള ഒരു കാറ്റ്, മണവും തണുപ്പുള്ള ഒരു ഇളം കാറ്റ് അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യും. ചില സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ കാറ്റ് അവിടെ നമുക്ക് ആ സമയത്ത് അനുഭവിക്കുകയാണെങ്കിൽ അത് നല്ല നിമിത്തമാണ്. അഖില ചന്ദനം, ഇത് ഗന്ധമാണ്, മണമാണ്. അഖില ചന്ദനത്തിന്റെ മണം, കർപ്പൂരത്തിന്റെ മണം, കുങ്കുമത്തിന്റെ മണം, ഈ മണമെല്ലാം കേട്ട് കഴിഞ്ഞാൽ അതും നല്ല നിമിത്തമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശുഭനിമിത്തങ്ങളാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ഈ പല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ അവിടെ അസ്വാഭാവികമായി ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ശുഭനിമിത്തങ്ങൾ നോക്കി, ഇതിനകത്ത് ഇപ്പം പിന്നെ ഇപ്പൊ ഒരു മൃദംഗം, അടുത്ത വീട്ടിലെ ഒരു മൃദംഗത്തിന്റെ വായന അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ നോക്കൂ, പിന്നെ ഇതിനകത്ത് ഈ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു പൂമാല, ഒരാളെ ഒരു പൂമാലയായിട്ട് അവിടെ അകത്തോട്ട് വിടുന്ന അടുത്ത വീട്ടിലെ ആൾക്ക് ഇത് അറിയാവുന്ന ആൾ പൂമാല നല്ല നിമിത്തമാണെന്ന് അറിയാമെങ്കിൽ, അതല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ കഴിയുന്ന മോശം നിമിത്തങ്ങളാണ്. കാരണം ആ സ്ഥലം വിറ്റ് പോകാതിരുന്നാലാണ് ചിലപ്പോൾ അടുത്ത വീട്ടുകാർക്ക് പ്രയോജനമുള്ളത്. അപ്പൊ അശുഭ നിമിത്തങ്ങളായിരിക്കും സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലും. ശുഭനിമിത്തങ്ങളെക്കാൾ കൂടുതലായിട്ട് അശുഭ നിമിത്തങ്ങളാണ് സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത്. ചില കേസിൽ ശുഭനിമിത്തങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു പറയാം. പക്ഷെ അത് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസം കുറച്ച് ധ്യാനമൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉടനെ മനസ്സിലാവും. അത് വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളൂ, വളരെ. എന്നാൽ
ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല, സ്ട്രക്കായി നിൽക്കുക. വ്യക്തമാകുന്നില്ല അർത്ഥം സാറേ. സാറേ മ്യൂട്ടാണ് സാർ. ഇപ്പൊ കാണാമല്ലോ. ഹലോ, കാണാം സാർ, കാണാം. കേൾക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഇടയ്ക്കൊന്ന് ഒന്ന് ഓഫായിട്ട് വന്നു, നെറ്റിന്റെയാണ്. അപ്പം ഔഷധപുസ്തകങ്ങളെ കളിമണ്ണ്, ഉപ്പ്, പട്ട്, ഔഷധം ഇതൊക്കെ പറഞ്ഞ് കേട്ടില്ല. എണ്ണ കാണുന്നത്, വിറക്, ഇതെല്ലാം കാണുന്ന അശുഭ നിമിത്തമാണ്. അതുപോലെ തന്നെ മുറം, ചാരം, ചൂല്, ദർഭപ്പുല്ല്, അത് കാണുന്ന അശുഭ നിമിത്തമാണ്. ദർഭയും അല്ല സാധാരണ പുല്ലെന്ന് പറഞ്ഞാല് അവിടെ പുല്ല് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പുരയിടത്തിനകത്ത് പുല്ല് വളർന്നു നിൽക്കുകയാണ് നിൽക്കട്ടെ, അത് ആ ജീവനുള്ള പുല്ലല്ല. പുല്ല് കട്ട് ചെയ്ത് അത് പശുവിന് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പുല്ല് കട്ട് ചെയ്ത് ആ പുല്ല് കാണുകയാണെങ്കിലാണ്, അതായത് അരിഞ്ഞു മാറ്റിയ പുല്ല്, അല്ലാതെ വളർന്നു നിൽക്കുന്ന പുല്ലല്ല. അത് പുല്ല് അരിഞ്ഞിട്ട് പശുവിന് കൊടുക്കാനായിട്ട് കൊണ്ട് അത് കാണുകയാണെങ്കിൽ അത് അശുഭ നിമിത്തമാണ്. ഉമി, കരിക്കട്ട, മലം, എള്ള്, ക്ഷുരകൻ. അപ്പൊ ക്ഷുരകനാണെന്ന് മനസ്സിലാവുകയും വേണം. ഒരു ക്ഷുരകൻ അവിടെ വരികയും അയാൾ ക്ഷുരകനാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്താൽ അത് അശുഭ നിമിത്തമാണ്. പാമ്പിന്റെ തോല്, തല മുണ്ടനം ചെയ്തയാൾ, കംപ്ലീറ്റ് തല മുട്ടയടിച്ചയാൾ, വസ്ത്രമില്ലാത്തവൻ. ഇത് ശരിക്ക് വസ്ത്രമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവനായാലും അവളായാലും വസ്ത്രമില്ലാത്തവൻ അവിടെ കൊടുത്തേക്കുന്നെങ്കിലും അത് ഒരു കുഞ്ഞ് 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞ് വസ്ത്രമില്ലാതെ വരുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പ്രായമുള്ള ഒരാൾ വസ്ത്രമില്ലാതെ, പക്ഷെ നമ്മൾ വിചാരിക്കും ഭ്രാന്തന്മാരല്ലേ അങ്ങനെ വരുള്ളൂ, അല്ലാതെ വസ്ത്രമില്ലാതെ ഒരാൾ വരില്ല. ഭ്രാന്തുണ്ടെങ്കിൽ അല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഞാനൊരു എക്സാമ്പിള്, അത് ഞാൻ ആദ്യം ഈ വാസ്തുശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ്. അപ്പൊ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ഒരു അധ്യാപകൻ, അദ്ദേഹത്തിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് ഈ വസ്ത്രമില്ലാത്തവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്തൊരു നോക്കാൻ പോയി. ആ സ്ഥലം വീട് വെക്കാനായിട്ടാണ്. അപ്പൊ തൊട്ടടുത്ത വീട്ടില് ഒരു ആളുടെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ ആളുടെ തന്നെ സ്ഥലമാണ് ഈ ഇവർ നോക്കിയ സ്ഥലവും. അപ്പൊ അവിടെ അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ മോൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം വീട് വെക്കാൻ കൊള്ളാമോ നോക്കാനായിട്ടാണ് ഈ അധ്യാപകൻ അവിടെ ചെന്നത്. അപ്പൊ അധ്യാപകൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ പോയി. അപ്പൊ ആ അടുത്ത വീട്ടിലെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ അങ്ങേരാണ്. അപ്പൊ അങ്ങേര് ഒരു കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഒരു കൈലി കൊടുത്തേക്കാണ് ഇറങ്ങി വന്ന് അങ്ങേരും കൂടെയാണ് അടുത്ത വീട്ടിൽ വന്ന് നോക്കുമ്പോഴൊക്കെ അങ്ങേരും അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ട് വീണ്ടും അവരുടെ വീട്ടിൽ നിന്ന് ഇതിന്റെ മൂത്തേര് കുട്ടി, ഈ കൈ ഇരിക്കുന്ന കൊച്ചുകുട്ടിയാണ്, അതിന്റെ മൂത്തേര് കുട്ടി ഓടി അടുത്ത് അച്ചാന്ന് പറഞ്ഞ കയ്യിൽ കയറി പിടിച്ചു. കയ്യിൽ അങ്ങ് ഊരിപ്പോയി. പുള്ളിക്ക് അടിയിലൊന്നും ഇല്ല, അണ്ടർവെയർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ വസ്ത്രമില്ലാത്തവനെ കണ്ടു. അപ്പൊ അങ്ങനെ കാണുന്ന ഇതുപോലെ ഇതൊക്കെ സാധാരണ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇതല്ല. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം ദോഷമാണെന്നുള്ളതാണ്. ഈ വസ്ത്രമില്ലാത്തവൻ അങ്ങനെയുള്ളത്, അതുപോലെ ഭൂകമ്പം, അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുക, അതൊക്കെ വളരെ ദോഷമാണ്. മറ്റേതൊക്കെ ചിലപ്പോൾ ഒരു മലം, എള്ള, കരിക്കട്ട, ഉമി, അതൊക്കെ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ വസ്ത്രമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കാണാൻ വളരെ അപൂർവം. ഞാനൊക്കെ എത്രയോ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കാണാൻ ചാൻസ് വളരെ കുറഞ്ഞതൊക്കെ കാണുകയാണെങ്കിൽ അത് വളരെ കൂടുതൽ
ശുഭമാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, അശുഭമാണെങ്കിൽ കൂടുതൽ ദോഷമാണ്. ഭ്രാന്തുള്ള ഒരാൾ, അതുപോലെ മുടിയിൽ ജട പിടിച്ചവൻ, മുടിയെല്ലാം കൂടെ നമുക്ക് അറിയാം, ജട പിടിച്ചവരെങ്കിൽ കണ്ടു കാണും. ആ മുടിയിൽ ജട പിടിച്ച ആളെ കാണുകയാണെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. കോടാലി എന്തിയവൻ, ഒരാൾ കോടാലിയുമായിട്ട് വന്നാൽ അതൊക്കെ അശുഭ നിമിത്തം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കോടാലി എടുത്തോണ്ട് ഒരാളെ കൊണ്ട് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ ഒരാൾ അടുത്ത വീട്ടുകാരും കയറി വരികയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു അശുഭ നിമിത്തം ഉണ്ടാക്കാം. അത് സ്വാഭാവികമല്ല, അസ്വാഭാവികമാണ്, മനഃപൂർവ്വം ഉണ്ടാക്കാം. പക്ഷെ അത് മനഃപൂർവ്വം ആണെന്ന് നമ്മുടെ ഉള്ളിൽ അപ്പോഴും തെളിയണം. അത് തെളിയണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ സിൻസിയറായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു കഴിവ് നമുക്കുണ്ടാകും. കോടാലി എന്തിയവൻ, ആണും പെണ്ണും അല്ലാത്തവർ, നപുംസകം ആയിട്ടുള്ള ആണും പെണ്ണും അല്ലാത്തവർ വന്നാൽ അതും അശുഭ നിമിത്തമാണ്. 2 പക്ഷികൾ, അത് നമ്മുടെ ആ പുരയിടത്തിനകത്ത് ഏതെങ്കിലും മരമല്ലോ ഉണ്ടെങ്കിൽ അവിടെ 2 കിളികൾ അടുത്തടുത്തായിട്ട് വന്ന് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതും അശുഭ നിമിത്തമാണ്. 2 മനുഷ്യർ, 2 പേര് ഒറ്റയ്ക്കല്ല, 2 പേര് നടന്നു ഒരുമിച്ച്, അത് 2 പ്രാവശ്യമായിട്ടല്ല, 2 പേര് ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരുന്നത്. ആ വെളിയിൽ കൂടെ ഇങ്ങനെ പോയാലോ, വെളിയിൽ കൂടെ അങ്ങ് പോകുമ്പല്ലോ നമ്മുടെ ആ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നു വരുന്നു 2 പേര് ഒരുമിച്ച്. അത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ പറഞ്ഞിട്ടുള്ളൂ, ആണും പെണ്ണും ആകാം, അല്ലെങ്കിൽ 2 പെണ്ണുങ്ങളാകാം, 2 ആണുങ്ങളാകാം, എങ്ങനെയാകാം. ഇണപ്പെട്ട നാൽക്കാലികൾ, അതായത് പട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ കാള പശുവായിട്ടൊക്കെ ഇണ ചേരുന്നത് കാണുകയാണെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. ശാപവാക്കുകൾ, ഇപ്പൊ അടുത്ത വീട്ടില് ചിലപ്പം ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിയിട്ട് അടുത്ത ജന്മം പോലും നിനക്ക് ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശപിക്കും. അപ്പൊ അങ്ങനെയുള്ള ശാപവാക്കുകളൊക്കെ നമ്മുടെ ചെവിയിൽ വന്ന് കയറുകയാണെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. വാക്കേറ്റം, 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടിപിടി ഇല്ലെങ്കിലും വാക്കുകളോട് വളരെ മോശമായി സംസാരിക്കുന്നതൊക്കെ വാക്കേറ്റമാണ്. ഉറച്ച് സംസാരിക്കുക, ഉറച്ച് വഴക്ക് കൂടുക, അതാണ് ശരിക്കും നല്ല ഒരു വാക്കിന്. തമ്മിൽ വഴക്ക് കൂടുന്ന ശബ്ദം കേട്ടാൽ അത് വെളിയിൽ ആ റോഡിൽ അവിടെ കാണുന്ന 2 പേര് തമ്മിൽ കുറച്ച് വഴക്ക് കൂടിയാലും അതും അങ്ങനെ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നത് അശുഭ നിമിത്തമാണ്. പാരിഷ്യം പൂണ്ട, അത് പാരിഷ്യം ഞാൻ വളരെ ദേഷ്യത്തിലുള്ള, അത് ഈ വാക്കേറ്റമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വളരെ ദേഷ്യത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ, കരച്ചിൽ കേട്ടാൽ, അവിടുന്നെങ്കിലും നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടാൽ, അത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കരച്ചിലാണെങ്കിൽ, കൊച്ചുകുട്ടികളൊക്കെ കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ അത് അവിടെ ഇവിടെ വീട് വെച്ച് താമസിച്ചാൽ അവിടെയുള്ള കുട്ടികൾക്ക് നല്ലതല്ലെന്നാണ്. തേങ്ങൽ, കരച്ചിൽ വേണമെങ്കിൽ തേങ്ങുന്ന ശബ്ദം കേട്ടാൽ, ഇതെല്ലാം കേൾക്കുന്നതും അശുഭ നിമിത്തങ്ങളാണ്. അതുപോലെ തന്നെ അകാരണമായി മരക്കൊമ്പുകൾ പൊട്ടി താഴെ വീഴുക, ഏതെങ്കിലും മരത്തിന്റെ കൊമ്പൊക്കെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതിങ്ങനെ ഒടിഞ്ഞ് താഴെ വീഴുന്ന കാണുക, അപ്പൊ അതും അശുഭ നിമിത്തമാണ്. 4 പാടും, ഇതൊക്കെ ഈ 4 പാടും കൊടും തീയിലാണെന്ന് കാണുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളല്ല, അതൊക്കെ വളരെ ദോഷം, അങ്ങനത്തെ ദോഷമുള്ളതാണ്. പെട്ടെന്ന് തീ പിടിച്ച് ചുറ്റുമൊക്കെ തീ പിടിക്കുന്നതായിട്ട് കാണുക. 4 പാടും തീ എരിഞ്ഞ് കെടുക, ഭൂകമ്പം ഉണ്ടാകുക, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ അങ്ങേറ്റ ദോഷമുള്ളതാണ്. ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന അതിന്റെ ശബ്ദങ്ങളൊക്കെ കേട്ടാൽ. അത്യുഗ്രമായ കാറ്റ് വീശുക, ഇളം കാറ്റ് നേരത്തെ പറഞ്ഞാൽ നല്ലതാണ്, അത് പക്ഷെ വലിയ കാറ്റ്, ശക്തിയായ കാറ്റ് വരുന്നാൽ അത് ദോഷമാണ്, അത് അശുഭ നിമിത്തമാണ്. ശാലയുടെ വാതിൽ തനിയെ തുറക്കുകയും അടയുകയും തുറക്കുകയും ചെയ്യുക. അപ്പൊ തൊട്ടടുത്ത വീട്ടിലെ കാണുക, അവിടുത്തെ കതകിന്റെ അല്ലെങ്കിൽ ജനലൊക്കെ ആ കതക് അടച്ചു തുറക്കുന്ന, പെട്ടെന്ന് ശക്തിയായിട്ട് അടച്ചു തുറക്കുക, അത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും അശുഭ നിമിത്തമാണ്. കാക്കയും കുയിലും തമ്മിലും, കീരിയും പാമ്പും തമ്മിലും, വിത്തുകാളകൾ തമ്മിലും ഒക്കെ പൊരുതുന്നത്, അത് തമ്മിലിങ്ങനെ കുത്തുന്നത് ഒക്കെ കാണുകയാണെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. എന്നിവ അശുഭ സൂചകങ്ങളാണ്. അപ്പം നമ്മുടെ ശുഭനിമിത്തങ്ങളും അശുഭ നിമിത്തങ്ങളും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇത് കാണാപിടിക്കണേ പഠിക്കാൻ. പക്ഷെ ഒരു നിമിത്തം കണ്ടു കഴിഞ്ഞാൽ അത് ശുഭനിമിത്തമാണോ അതോ അശുഭ നിമിത്തമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. അത് വേണമെങ്കിൽ ഇത് കൂടെ വായിച്ചു നോക്കിയാലും മതി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് വായിച്ചു നോക്കുക കൂടെ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഇത് കാണുമ്പോൾ ഉദാഹരണത്തിന് കരിക്കട്ട കാണുന്നു, അല്ലെങ്കിൽ ചൂല് കാണുന്നു, അപ്പൊ ഉടനെ ഇത് അശുഭ നിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാകണം. അപ്പൊ അങ്ങനെ ഏതൊക്കെയാണ് അശുഭ നിമിത്തം, ഏതൊക്കെയാണ് ശുഭനിമിത്തങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പുസ്തകം എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ പുസ്തകം റെഫർ ചെയ്തും അതിന് തെറ്റൊന്നുമില്ല. റെഫർ ചെയ്യുന്നുണ്ടെന്ന് മോശമൊന്നുമല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം നമുക്ക് റെഫർ ചെയ്ത് നമുക്ക് പറയാം. പക്ഷെ
തെറ്റായി അങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ ശുഭനിമിത്തം കണ്ടാൽ അശുഭമാണെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അശുഭനിമിത്തം കണ്ടാൽ ശുഭമാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് പാടില്ല, നല്ലതല്ല. ഈ എന്താണ് വാസ്തു മുഹൂർത്തം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് വാസ്തു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരു മുഹൂർത്തം, അത് വാസ്തു മുഹൂർത്തമുണ്ട്, അത് പൂർണ്ണമായും വാസ്തുശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്താണ് ഈ വാസ്തു മുഹൂർത്തം? അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ചില സമയത്ത് ഊർജത്തിന്റെ ശക്തി വളരെ കൂടും, വളരെ കൂടിയ ഊർജം ഉണ്ടാവും. ആ ഊർജം ഞങ്ങൾക്കറിയാം, കാണാനൊന്നും നോക്കില്ല, ഒരു എനർജി, പിന്നെ ആ ഒരു അല്ലെങ്കിൽ ഊർജമാണ്. ഇപ്പം ആ ഊർജത്തിന്റെ നമുക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കഴിവുള്ളവർക്ക് മാത്രമേ ആ ഊർജത്തിന്റെ ശക്തി കൂടിയിരിക്കുന്നോ അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഊർജത്തിന്റെ ശക്തി ചില സമയത്ത് വളരെ കൂടും. ആ കൂടുന്ന സമയത്ത് അത് ഈ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരത്തിലുള്ള ഊർജമുണ്ട്. ഒന്ന് പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അനുകൂല ഊർജം. രണ്ട് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പ്രതികൂല ഊർജം. നമുക്ക് ഗുണകരമായിട്ടുള്ള ഊർജത്തിന് നമ്മൾ അനുകൂല ഊർജം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി എന്നും, നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്ന ഊർജമാണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പ്രതികൂല ഊർജം എന്നും പറയും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഊർജമുണ്ട്. ഈ ഊർജം വർദ്ധിക്കുക എന്നതിൽ ഏത് വർദ്ധിച്ചാലും ഊർജം, പോസിറ്റീവ് എനർജി വർദ്ധിച്ചാലും ഊർജം വർദ്ധിക്കുകയാണ്, നെഗറ്റീവ് എനർജി വർദ്ധിച്ചാലും ഊർജം വർദ്ധിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ഊർജത്തിന്റെ തോത് വർദ്ധിക്കുക എന്ന് പറയാം. അപ്പൊ നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്ന നല്ല സമയം നമുക്ക് നല്ലതല്ല, പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്ന സമയം നമുക്ക് നല്ലതുമാണ്. അപ്പൊ അതിന് ചില സമയങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ കാണിച്ച ഏതൊക്കെ മാസങ്ങളുണ്ട്, ചില മാസങ്ങൾ ഈ വാസ്തുപുരുഷൻ, ഈ വാസ്തു പറഞ്ഞാൽ വാസ്തുപുരുഷൻ എന്നുള്ള ഒരു സങ്കല്പം, അതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ ദേവതാ സങ്കല്പം എന്നുള്ള ചാപ്റ്ററിൽ ഈ വാസ്തുപുരുഷനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കും. ഇപ്പൊ നമ്മുടെ വാസ്തുപുരുഷൻ എന്നുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ റിസൾട്ടന്റ് പിന്നെ എനർജി എന്നാണ്. റിസൾട്ടന്റ് എനർജി, അതായത് നമുക്കറിയാം രണ്ട് ഊർജം, ഇപ്പൊ രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് തെക്കുന്ന് വടക്കോട്ടും ഒന്ന് വടക്കുന്ന് തെക്കോട്ടും, ഓപ്പോസിറ്റ് എനർജിയിൽ രണ്ട് തുല്യ ഊർജങ്ങൾ ഒരു പോയിന്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നില്ലാവും. രണ്ടും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, രണ്ടും തുല്യവുമാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ചേർന്ന് ഒന്നും ഇല്ലാതാവും. അതേസമയം പിന്നെ രണ്ടും കൂടെ ഒരേ ഡയറക്ഷനിലാണ് ഇരട്ടിയാവും. ഒരേ ഡയറക്ഷനിൽ രണ്ട് ഊർജം വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ഊർജം കൂടെ ഇരട്ടി എന്ന് കഴിഞ്ഞാൽ ആ രണ്ടും കൂടെ കൂടി 1 20 1 10 ഒരേ ഡയറക്ഷൻ പോയി 20 10 30 ആകും. അപ്പൊ അത് അതുപോലെ തന്നെ ചരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാരലോഗ്രാം ഒക്കെ വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പിന്നെ റിസൾട്ടന്റ് വരച്ചത് ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം എങ്ങനെയാണ് റിസൾട്ടന്റ് ഊർജം കാണുന്നത്. നമ്മൾ ഇവിടെ ചെറുതായിട്ട് കാണിക്കും. അപ്പൊ അങ്ങനെ റിസൾട്ടന്റ് ഊർജം, അപ്പൊ ശരിക്ക് പല വിധത്തിലുള്ള ഊർജങ്ങളുണ്ട്. 56 വിധത്തിലുള്ള ഊർജങ്ങളുണ്ടെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പൊ പിന്നെ ഈ എല്ലാ ഊർജങ്ങളും പ്രകൃതിയിലുണ്ട്. അപ്പൊ ഈ ഊർജങ്ങളുടെ ടോട്ടൽ റിസൾട്ടന്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് അതിന്റെ എല്ലാം കൂടെ ആകത്തുക എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ വാസ്തുപുരുഷൻ എന്നുള്ള സങ്കല്പം. വാസ്തുപുരുഷൻ എന്നുള്ള അങ്ങനെ ഒരു പുരുഷനോ ഒരു എനർജിയാണ്, ഒരു ഊർജാവസ്ഥയാണ് വാസ്തുപുരുഷൻ. അപ്പൊ ആ ഊർജം റിസൾട്ടന്റ് ഊർജമാണ്. അവിടെ ഇപ്പം നമുക്കറിയാം സൂര്യന്റെ ഊർജം, സൗരോർജമുണ്ട്. അതുപോലെ വടക്ക് നിന്ന് എപ്പോഴും വടക്കുന്ന തെക്കോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കാന്തിക ഊർജം, മാഗ്നറ്റിക് എനർജി. നമുക്കറിയാം ഒരു മാഗ്നറ്റ്, ഒരു കാന്തം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ വടക്ക് നോക്കി യന്ത്രം പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൂചി എപ്പോഴും വടക്ക് തെക്ക് ഡയറക്ഷനിലായിട്ട് സൂചി നിൽക്കുള്ളൂ. നമ്മൾ എങ്ങനെ തിരിച്ചു പിടിച്ചാലും അത് തിരിച്ച് കറങ്ങി അതേ ഡയറക്ഷനിൽ വരും. അപ്പൊ അതിന്റെ അർത്ഥം വടക്കുന്ന് തെക്കോട്ട് ഒരു കാന്തിക ഊർജം അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതൊരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ സൂര്യനിൽ നിന്നും വരുന്ന സോളാർ എനർജി അല്ലെങ്കിൽ സൗരോർജം, അതൊരു എനർജിയാണ്. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഊർജ്ജമുണ്ട്. നമ്മളൊക്കെ വീട് താഴോട്ട് പിടിച്ചു നിർത്തിയേക്കുന്ന ഒരു പിന്നെ ഗ്രാവിറ്റേഷണൽ എനർജി. അപ്പൊ അങ്ങനെയുള്ള വിവിധ തര ഊർജങ്ങളുണ്ട്. ഈ ഊർജങ്ങൾക്കെല്ലാം വാസ്തുശാസ്ത്രത്തിൽ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതിലെ അനുകൂല ഊർജങ്ങൾ, അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിക്കൊക്കെ ദൈവങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ദോഷകരമായ പ്രതികൂല ഊർജം അല്ലെങ്കിൽ ദോഷകരമായ ഊർജങ്ങൾക്കൊക്കെ പിശാചുക്കളുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പേര് കാണുമ്പോൾ തന്നെ അറിയാം അത് ഗുണപരമായ ഊർജ്ജമാണോ ദോഷകരമായ ഊർജ്ജമാണോ. അങ്ങനെ വാസ്തുശാസ്ത്രത്തിൽ അതിന് പേര് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് പിന്നെ ശൂർപ്പണഖ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഊർജ്ജങ്ങളുണ്ട്. അതുപോലെ പിന്നെ ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഊർജ്ജങ്ങളുണ്ട്. അതൊക്കെ ഓരോ ദൈവത്തിന്റെ പേരും ആ ഊർജ്ജത്തിന് ആ ഒരു അനുകൂല ഊർജ്ജമായിട്ട് ദേവന്റെ പേര് കൊടുത്തു, പ്രതികൂല ഊർജ്ജമായിട്ട് ഏതെങ്കിലും ഒരു രാക്ഷസിയുടെയോ പിശാചിന്റെ ഒക്കെ പേര് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ ഊർജ്ജങ്ങൾക്കും പേര് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ഊർജ്ജങ്ങളും ഒരു പോയിന്റിൽ
ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന റിസൾട്ടന്റ് ഊർജമാണ് ഈ വാസ്തുപുരുഷൻ എന്നുള്ള ആ ഒരു സങ്കല്പം. അപ്പൊ ആ വാസ്തുപുരുഷ സങ്കല്പം അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുക, ഇപ്പൊ ഇവിടെ കാണുന്നത് ഇതൊരു പിന്നെ ഇത് നമ്മൾ സാധാരണ സ്ക്വയർ ആയിട്ട് വരയ്ക്കും. പക്ഷെ ഇവിടെ വരയ്ക്കാതെ മാസങ്ങള് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പൊ ഇതില് ഈ 4 മൂലകളിലുള്ളത് അതിന് കോൺ മാസങ്ങൾ എന്ന് പറയും. മീനം, മിഥുനം, കന്നി, ധനു. ഈ 4 കാരണം നമുക്ക് ഇതിനകത്ത് 4 മൂലകളിലാണ് വരുന്നത്. അപ്പൊ ഈ 4 മൂലകളിലുമല്ല ഈ മാസങ്ങൾ, ഈ ചുവന്ന നിറത്തിൽ കാണുന്ന മാസങ്ങൾക്ക് കോൺ മാസങ്ങൾ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാസ്തുപുരുഷ സംഘം, ഈ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ ആ ഒരു എനർജി, ആ ഒരു ശക്തി എപ്പോഴും ഉറങ്ങുന്നതായിട്ടാണ്. ഉറങ്ങുമ്പോൾ അതിന്റെ ആ ശക്തി കുറവാണ്. ഊർജം കൂടുമ്പോൾ നമുക്ക് ഉറങ്ങാമല്ലോ, വളരും. അപ്പൊ ഊർജം കുറഞ്ഞ അവസ്ഥയിൽ ഈ വാസ്തുപുരുഷൻ ഉറക്കമാണ്. അപ്പൊ മിക്കവാറും എപ്പോഴും ഈ വാസ്തുപുരുഷൻ മെജോറിറ്റി ഓഫ് ദി ടൈം, ഒരു ദിവസം 24 മണിക്കൂറിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ വാസ്തുപുരുഷൻ ഉറക്കമാണ്. ഈ ഊർജാവസ്ഥ കൂടുമ്പോൾ, പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഊർജാവസ്ഥ കൂടുമ്പോഴാണ് ഈ വാസ്തുപുരുഷൻ ഉണരുന്നത്. അപ്പൊ അത് നെഗറ്റീവ് ഊർജം കൂടുമ്പോഴും എണീക്കും, ഉണർന്നിരിക്കും. പോസിറ്റീവ് ഊർജം കൂടുമ്പോഴും ഉണർന്നിരിക്കും. അപ്പൊ ഈ 4 കോൺ മാസങ്ങൾ, മീനം, മിഥുനം, കന്നി, ധനു, ഈ 4 കോൺ മാസങ്ങളിൽ വാസ്തുപുരുഷൻ പൂർണ്ണമായി ഉറക്കമാണ്. കണ്ണുറക്കുകയില്ല, ഉറക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ആ എനർജി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഉണരാത്തത്. ഈ മീനം, മിഥുനം, കന്നി, ധനു മാസങ്ങളിൽ പൊതുവെ എനർജി കുറവായതുകൊണ്ട്, ഊർജാവസ്ഥ കുറവായതുകൊണ്ട് വാസ്തുപുരുഷൻ പൂർണ്ണമായി ഉറക്കത്തിലാണ്, നിദ്രയിലാണ്. അതുകൊണ്ട് ഈ 4 മാസങ്ങൾ വാസ്തുപരമായ കാര്യങ്ങളൊന്നും തുടങ്ങി, ഉദാഹരണത്തിന് നമ്മൾ കുറ്റിയടിക്കുന്നു, അല്ലെങ്കിൽ ശിലാസ്ഥാപനം, കല്ലിടുന്നു, അല്ലെങ്കിൽ കട്ടള വയ്ക്കുന്നു, അല്ലെങ്കിൽ ഗൃഹപ്രവേശനം ചെയ്യുന്നു, ഇങ്ങനെയുള്ള വാസ്തുപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഈ 4 മാസങ്ങളും അശുഭമാണ്. കാരണം വാസ്തുപുരുഷ ഉറക്കമാണ് ത്രൂ ഔട്ട് ആ മാസത്തിൽ, ഉണരുന്നില്ല. അപ്പൊ ആ 4 മാസങ്ങൾ നല്ലതല്ല എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ മറ്റുള്ള 8 മാസം, മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം, ഈ 8 മാസങ്ങൾ, ഈ 8 മാസങ്ങളിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം ഉണർന്നിരിക്കുള്ളൂ. അധിക സമയം ഉണർന്നിരിക്കില്ല, കുറച്ച് സമയം ഉണർന്നിരിക്കും. ആ ഉണർന്നിരിക്കുന്ന സമയം എനർജി കൂടുന്നതാണ്. അത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആകാം, പോസിറ്റീവ് എനർജി ആകാം. അതിലേക്ക് നമുക്ക് വരാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് അതിന്റെ ഡയറക്ഷനാണ് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇനി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും പലർക്കും അറിയായിരിക്കും. അഥവാ അറിഞ്ഞുകൂടാങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. 2.5 നാഴിക കൂടുന്നതാണ് 1 മണിക്കൂർ. അത് അറിഞ്ഞുകൂടാത്തവർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 നാഴികയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഈ വാസ്തു മുഹൂർത്തം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ വാസ്തു മുഹൂർത്തം കണ്ടുപിടിക്കണമെങ്കിൽ 1 മണിക്കൂർ 2.5 നാഴിക എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൂടാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഒരു നാഴിക എന്ന് പറയുമ്പോൾ 24 മിനിറ്റാണ്. 1 നാഴിക. ഇനി എന്താണ് വാസ്തുമുഹൂർത്തം? ഇത് രണ്ടും അറിഞ്ഞുകൂടാത്തവർ എഴുതി വയ്ക്കുക. 1 മണിക്കൂർ 2.5 നാഴിക, 1 നാഴിക 24 മിനിറ്റ്. ഇനി വാസ്തുമുഹൂർത്തത്തിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ നോക്കുക, മറ്റേ വാസ്തുപുരുഷൻ ഉറങ്ങുന്ന കോൺമാസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള 8 മാസങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം. ആ 8 മാസങ്ങൾ, അതായത് എപ്പോഴെങ്കിലും. അപ്പൊ അതില് മേടമാസം 10-ാം തീയതി, ആ തീയതി മാസം മേടം, തീയതിയുടെ താഴെ 10, നാഴികയുടെ താഴെ 5 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം സൂര്യോദയം കഴിഞ്ഞ് 5 നാഴികയാകുമ്പോൾ വാസ്തുപുരുഷൻ നിദ്ര വിടും. ഇത് വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയമാണ്. അതായത് മേടമാസം മേടമാസത്തിൽ ആ ഒരു ദിവസമേ ഉള്ളൂ, 10-ാം തീയതി. മേടമാസം 10-ാം തീയതി അന്നത്തെ സൂര്യോദയം നോക്കണം. സൂര്യോദയം വ്യത്യാസം വരും. പഞ്ചാംഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ചില പേപ്പർ, ഇപ്പൊ ഹിന്ദു പേപ്പറുകളൊക്കെ ഓരോ ദിവസവും തിരുവനന്തപുരത്തെ, എറണാകുളത്തേക്ക് സൂര്യോദയം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് നോക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മേടമാസം 10-ാം തീയതിയുള്ള സൂര്യോദയം മനസ്സിലാക്കാം. ആ സൂര്യോദയം കഴിഞ്ഞ് 5 നാഴിക, നമുക്കറിയാം 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പൊ 5 നാഴിക കഴിഞ്ഞാൽ 2 മണിക്കൂർ. ഇപ്പൊ സൂര്യോദയം 6 മണിക്കാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ 8 മണി. 8 മണിക്കാണ് 6 മണിക്ക് സൂര്യോദയം ആണെങ്കിൽ 8 മണിക്ക് വാസ്തുപുരുഷ ഉറക്കം എണീക്കും. ഇപ്പൊ 6:15 അന്ന് സൂര്യോദയമെങ്കിൽ 8:15 വാസ്തുപുരുഷ ഉറക്കം എണീക്കുന്നത്. അപ്പൊ ഈ വാസ്തുപുരുഷ ഉറക്കം എണീക്കുന്ന സമയങ്ങളും മാസങ്ങളും തീയതികളുമാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇത് പുസ്തകത്തിലുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് അപൂർവം ചില പഞ്ചാംഗങ്ങൾ വ്യത്യസ്തമായിട്ട്, മിക്കവാറും പഞ്ചാംഗങ്ങൾ ഇത് തന്നെ, ഇത് വ്യത്യസ്തമായിട്ട് 1-2 പഞ്ചാംഗങ്ങൾ ചിലപ്പം കാണാം. പക്ഷെ ഇത്
വാസ്തുവിദ്യ ഗുരുകുലം തയ്യാറാക്കിയ ആ ചാർട്ടാണ് ഇത്. 100% ഇത് കറക്റ്റ് ആണെന്ന് വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് പൂർണ്ണമായും ഈ ചാർട്ട് വിശ്വസിക്കാം. അപ്പൊ ഇത് പുസ്തകത്തിലുണ്ട്, എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഓരോ മാസം, ഉദാഹരണത്തിന് ഇടവമാസം 21-ാം തീയതിയാണ് വാസ്തുപുരുഷൻ ഉണരുന്നത്. 21-ാം തീയതി എപ്പോഴാണ്? സൂര്യോദയം കഴിഞ്ഞ് 2 നാഴിക കഴിയും. അപ്പം പിന്നെ 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പൊ 1 മണിക്കൂർ പോലും ആവില്ല, അതിന് മുമ്പ് വരെ. അപ്പൊ നമ്മൾ ആ സമയം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂര്യോദയം കഴിഞ്ഞ് 2 നാഴിക. അപ്പം അത് എത്ര മണിയാന്ന് നോക്കിയിട്ട് ആ സമയത്ത് വാസ്തുപുരുഷൻ ഉറക്കം എണീക്കും. അപ്പൊ ഇതെല്ലാം വാസ്തുപുരുഷൻ ഉറക്കം എണീക്കുന്ന സമയമാണ്, നിദ്ര വിടുന്ന സമയം. അപ്പൊ നിദ്ര വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വാസ്തുപുരുഷൻ ചെയ്യുന്നത് 5 കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് നോക്കാം. ഇപ്പം അത് പിന്നെ നോക്കാം. അപ്പൊ അതായത് വാസ്തുപുരുഷന് 5 കാര്യങ്ങൾ ചെയ്യും നിദ്ര വിട്ട് കഴിഞ്ഞാൽ. ആദ്യം ദന്തശുദ്ധി വരുത്തും, അത് പല്ല് തേക്കും. 1ാമത് ദന്തശുദ്ധി വരുത്തും. 2ാമത് സ്നാനം, കുളിക്കും. 3ാമത് പൂജ ചെയ്യും, കുളിച്ച് കഴിഞ്ഞിട്ടാണ് പൂജ. 3ാമത്. 4ാമത് ഭോജനം, ആഹാരം കഴിക്കും. 5ാമത് ചാമ്പൂല, പിന്നെ വെറ്റില മുറുക്ക്, 5ാമത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ദന്തശുദ്ധി, അത് പല്ല് തേക്കുക. 2 സ്നാനം, കുളിക്കുക. 3 പൂജ, പ്രാർത്ഥിക്കുക. 4 ഭോജനം, ആഹാരം കഴിക്കുക. മറ്റേ ചാമ്പൂല, അതായത് വെറ്റില മുറുക്ക്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ചെയ്യും. ഇത് ഓരോന്നിനും വാസ്തുപുരുഷൻ എടുക്കുന്ന, അതായത് ഇതിനകത്തുണ്ട്. ആദ്യത്തെ പുസ്തകത്തില് പുസ്തകം ഉണ്ടെങ്കിൽ കാണാൻ, ഇല്ലെങ്കിൽ ആ പുസ്തകം കിട്ടും. അതായത് ഒരു സെക്കൻഡ്. പിന്നെ ആദ്യത്തെ, അതായത് ഓരോന്നിനും 3/4 നാഴികയാണ്. 3/4 നാഴിക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 24 മിനിറ്റാണ് ഒരു നാഴിക. അപ്പൊ 18 മിനിറ്റ്. അപ്പം ഈ 5 കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാനും 18 മിനിറ്റ്, അതായത് 3/4 നാഴിക എടുക്കും. അപ്പൊ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 18 മിനിറ്റ് ദന്തശുദ്ധി ചെയ്യും. അത് കഴിഞ്ഞ് 2ാമത്തെ 18 മിനിറ്റ് സ്നാനം, 3ാമത്തെ 18 മിനിറ്റ് പൂജ, 4ാമത്തെ 18 മിനിറ്റ് ഭോജനം, ആഹാരം, 5ാമത്തെ 18 മിനിറ്റ് ഈ താമ്പൂല ചാർട്ട്, അതായത് വെറ്റില മുറുക്കുക. അപ്പൊ ഈ 5 കാര്യങ്ങൾ ചെയ്യും. ഇനി നമ്മളിവിടെ നോക്കാനുള്ളത് പല്ല് തേക്കുന്ന സമയം നോക്കുക. അത് ഉറക്കം എണീച്ചാൽ ആദ്യത്തെ 18 മിനിറ്റ് അല്ലെങ്കിൽ 3/4 നാഴികയാണ് ദന്തശുദ്ധി വരുത്തുക അല്ലെങ്കിൽ പല്ല് തേക്കുക. ഇപ്പൊ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തോളം വലിയ ഒരു ഭൂതമാണെന്നാണ് ശാസ്ത്രീയ പറഞ്ഞത്. വളരെ വളരെ പ്രപഞ്ചത്തിന്റെ അത്ര വലിയ ഒരു രാക്ഷസനാണ് അല്ലെങ്കിൽ ഒരു ഭൂതമാണെന്നാണ് സങ്കല്പം. അപ്പൊ ആ ഭൂതം പല്ല് തേക്കുമ്പോൾ പല്ലിലെ അഴുക്കൊക്കെ ഇളകി വരും. പല്ല് തേക്കുമ്പോൾ പല്ലിൽ അഴുക്കിളകി വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പല്ലിലെ അഴുക്ക് ഇത്രയും വലിയ ഇതാകുമ്പോഴത്തേക്ക് പ്രപഞ്ചം നിറച്ച് നെഗറ്റീവ് എനർജി ആകുന്നു. അപ്പൊ ആ ഉറക്കം വേണ്ടിയിട്ട് ആദ്യത്തെ 18 മിനിറ്റ്, അതായത് പല്ല് തേക്കുന്ന സമയം മാക്സിമം നെഗറ്റീവ് എനർജി വാസ്തുപുരുഷൻ ഉണരും. പക്ഷെ ഉണരുന്നത് നെഗറ്റീവ് എനർജി കൂടുമ്പോഴാണ് ഉണരുന്നത്. ഉണർന്നാൽ 18 മിനിറ്റ് സമയം അല്ലെങ്കിൽ 3/4 നാഴിക സമയം പല്ല് തേക്കുകയാണ്. അത് നെഗറ്റീവ് എനർജിയാണ് പല്ല് തേക്കുമ്പോൾ. അപ്പൊ ആ സമയത്ത് ഒരു വാസ്തു മുഹൂർത്തം, അതായത് ഇതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കല്ലിടുകയോ അല്ലെങ്കിൽ കുറ്റിയടിക്കുക, കല്ലിടുക, കട്ടള വയ്ക്കുക, ഗൃഹപ്രവേശനം ചെയ്യുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ദോഷമാണ്. ഇനി 2ാമത്തെ 18 മിനിറ്റ് അല്ലെങ്കിൽ 3/4 നാഴിക, അത് നമ്മൾ സ്നാനം അല്ലെങ്കിൽ കുളിക്കുകയാണ്. കുളിക്കുമ്പം ദേഹത്തുള്ള അഴുക്കല്ല ഇളകി വരികയാണ്. ശരീരത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിലുള്ള അഴുക്കിളക്കുകയാണ്. അപ്പൊ അതും ദോഷകരമാണ്. അപ്പൊ 2ാമത്തെ ഈ 18 മിനിറ്റും നമ്മൾ ഗുണകരമായ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ 18 മിനിറ്റ് പല്ല് തേക്ക്, ദന്തശുദ്ധി വരുത്തുക. 2ാമത്തെ 18 മിനിറ്റ് സ്നാനം. ഈ സമയത്ത് നമ്മൾ 3ാമത്തെ 18 മിനിറ്റ് പൂജയാണ്. ഈ പൂജ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എല്ലാം അങ്ങ് ഭഗവാനോട് നമ്മൾ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ അപ്പോഴും ശരിക്കും നെഗറ്റീവ് എനർജിയാണ് ഉള്ളിലോട്ട് വരുന്നത്. നമ്മളെ ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റി, നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും നെഗറ്റിവിറ്റി കാണാം. നെഗറ്റിവിറ്റി കുറഞ്ഞ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ഉള്ളിലും പോസിറ്റീവ് നിറയാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ പൂജ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം. അപ്പൊ അങ്ങനെ നെഗറ്റീവ് എനർജി വെളിയിൽ പോകുന്ന സമയമാണ് ആ പൂജാ സമയം. അപ്പൊ അതും നല്ല കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അത് പ്രത്യേകിച്ചും ശാസ്ത്രം പറയുന്നുണ്ട്, ഈ 3ാമത്തെ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കല്ലിടുകയോ അല്ലെങ്കിൽ കുറ്റിയടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ കെട്ടള വയ്ക്കുകയോ ശിലാസ്ഥാപനം നടത്തുകയൊക്കെ, അല്ല ഗൃഹപ്രവേശനം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക്
മാനസികമായ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ മനസ്സിന് പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഭ്രാന്തൊക്കെ പോലുള്ള അങ്ങനെയുള്ള മാനസികമായ മനസ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഈ പൂജാ സമയത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഈ 3 സമയവും, അതായത് ദന്തശുദ്ധി ആദ്യത്തെ 3/4 നാഴിക അല്ലെങ്കിൽ 18 മിനിറ്റ്, രണ്ടാമത്തെ 18 മിനിറ്റ് അല്ലെങ്കിൽ 3/4 നാഴിക സ്നാനം, കുളിക്കുക, മൂന്നാമത്തെ 18 മിനിറ്റ് പൂജ ചെയ്യുക. ഇത് 3ഉം ഒരു നല്ല കാര്യങ്ങൾ നല്ലതല്ല. ഈ 4ാമത്തെ ഭോജനമാണ്. നല്ല സംതൃപ്തിയായിട്ട് നല്ലൊരു ആഹാരം കഴിക്കുന്ന ആളാണ് ആഹാരം കഴിക്കുകയാണ്. ആഹാരം കഴിക്കുമ്പം അത് നല്ലതാണ്. ആഹാരം കഴിക്കുന്ന ആ 18 മിനിറ്റ് അല്ലെങ്കിൽ ആ 3/4 നാഴിക എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. അത് കുറ്റിയടിക്കാനും കല്ലിടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആ വെറ്റില മുറുക്കുന്ന 3/4 മണിക്ക്, 5ാമത്തത്. അപ്പം ഇത് രണ്ടും നല്ലതാണ്. ആഹാരം കഴിക്കുന്ന ഭോജന സമയവും 3/4 മണിക്കൂറും 3/4 നാഴിക അല്ലെങ്കിൽ 18 മിനിറ്റ്, അവർ അവസാനത്തെ താമ്പൂല ചെറവണോ അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്ന 3/4 നാഴിക അല്ലെങ്കിൽ 18 മിനിറ്റും രണ്ടും നല്ലതാണ്. അതില് ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ഭോജനത്തിന്റെ സമയം ഉത്തമവും അവസാനത്തെ 18 മിനിറ്റ് അത്യുത്തമവുമാണ്. ഏറ്റവും നല്ല അവസാനത്തെ 18 മിനിറ്റ്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറ്റി അടിക്കാണ്ടിരിക്കട്ടെ, കുറ്റി എല്ലാം റെഡിയാക്കി, അപ്പൊ നമ്മൾ ഗണപതിക്ക് എല്ലാം വെച്ച് ഗണപതി എല്ലാം പൂജിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറ്റിയടിയിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഗണപതിയൊക്കെ പൂജിച്ച് അത് പിന്നെ ആശാരിയോ അവരായിരിക്കും സാധാരണ പൂജ ചെയ്യുന്നത്. അങ്ങനെ അവരാ പൂജയൊക്കെ ചെയ്യുന്ന, അപ്പൊ ആ പിന്നെ വിളക്ക് അതിനെല്ലാം തയ്യാറാക്കി ഇലയൊക്കെ ഇട്ട് ഗണപതിക്കുള്ള ഐറ്റംസ് എല്ലാം വെച്ച് വിളക്കെല്ലാം എടുത്ത് വെച്ച് അതിനകത്ത് തിരിയിട്ട് എണ്ണ ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെക്കുക. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുറ്റിയൊക്കെ എടുത്ത് അതെല്ലാം റെഡിയാക്കി വെക്കുക. അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആ പിന്നെ ഇത് ഭോജനത്തിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റ് മറ്റേ വെയിറ്റ് ചെയ്യുക. കറക്റ്റ് വാച്ചിന്റെ ഒക്കെ 1 മിനിറ്റോടെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴും നമ്മൾ ഈ വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക, അല്ല അങ്ങനെ എന്തൊക്കെ ചെയ്യുക, അതൊക്കെ അപ്പോഴും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 18 മിനിറ്റ് കഴിഞ്ഞ് അവസാനത്തെ താമ്പൂല ചർവണം തുടങ്ങുന്ന ആ സമയത്ത്, അത് തുടങ്ങിക്കഴിഞ്ഞ സമയത്താണ് ആക്ച്വലായിട്ടുള്ള കുറ്റി അടിക്കുക എന്നുള്ള കർമ്മം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കല്ലിടുക എന്നുള്ള കർമ്മം, അല്ലെങ്കിൽ പിന്നെ കട്ടില കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ള കർമ്മം, അല്ലെങ്കിൽ ഗ്രഹത്തിലോട്ട് പ്രവേശിക്കുന്ന സമയം. അതൊക്കെ അവസാനത്തെ 3/4 മണിക്കൂർ അല്ലെങ്കിൽ വാസ്തുപുരുഷൻ പിന്നെ താമ്പൂല വെറ്റില മുറുക്കുന്ന സമയമാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതാണ് വാസ്തു മുഹൂർത്തം കാണുക എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ 2 കാര്യങ്ങൾ, അതായത് ഭോജനത്തിന്റെ സമയവും അതുപോലെ പിന്നെ താമ്പൂല ചർവണം അല്ലെങ്കിൽ വെറ്റില മുറുക്കിന്റെ സമയവും ആണ് വാസ്തു മുഹൂർത്തം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്നതിനാണ് വാസ്തു മുഹൂർത്തം കാണുക. സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഈ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വാസ്തു മുഹൂർത്തം കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഈ ദിവസവും മാസവും നമ്മൾ ഏത് ദിവസം ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെ ദിവസത്തില് എത്ര നാഴികയ്ക്കാണ് ഉറങ്ങുന്നുള്ള ആ ടേബിൾ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ആ ടേബിളൊന്നും പരീക്ഷയ്ക്ക് തരില്ല. അപ്പൊ നമുക്ക് ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും മാസം ചിലപ്പോൾ ഒരുപക്ഷെ തന്നാൽ, ഇപ്പൊ ഉദാഹരണത്തിന് മേടമാസത്തില് പിന്നെ വാസ്തു മുഹൂർത്തം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദിവസം അന്നത്തെ സൂര്യോദയം തന്നിരിക്കും. ആ വാസ്തു മുഹൂർത്തം ഉള്ള ദിവസം സൂര്യോദയം, കാരണം സൂര്യോദയം ഉണ്ടെങ്കിൽ കാണാൻ ഒക്കുള്ളൂ. അപ്പൊ സൂര്യോദയം കണ്ടിരിക്കുക, ആ സൂര്യോദയം വെച്ച് ബാക്കി എല്ലാം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നോക്കാം, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ മേടം 10-ാം തീയതി ഉദയം 6 മണി 12 മിനിറ്റ് ആണെന്നിരിക്കട്ടെ. ഇത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ, ഇത് പുസ്തകത്തിലില്ല, ഒരു എക്സാമ്പിൾ ആണ്. മേടമാസം 10-ാം തീയതി, ഇത് ഞാൻ ഉദ്ദേശം എഴുതിയെന്നേ ഉള്ളൂ, ഒരു 6 മണി 12 മിനിറ്റ് ആണ് എന്നിരിക്കട്ടെ ഉദയം. എഴുതി കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ അന്നത്തെ വാസ്തു മുഹൂർത്തം കാണണം. മേടമാസം 10-ാം തീയതി ഉദയം 6 മണി 12 മിനിറ്റ് ആണെങ്കിൽ അന്നത്തെ വാസ്തു മുഹൂർത്തം കാണണം. ഇപ്പൊ മേടമാസം 10-ാം തീയതി സൂര്യോദയം കഴിഞ്ഞ് എത്ര നാഴിക കഴിഞ്ഞിട്ടാണ് വാസ്തുപുരുഷൻ ഉറക്കമണിക്കുന്നത് നമുക്ക് അറിയണം. അപ്പൊ ആ ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്കറിയാം 5 നാഴിക, ആ ടേബിൾ നോക്കി അറിയാം. മേടമാസം 10-ാം തീയതി ഉദയം കഴിഞ്ഞ് 5 നാഴിക കഴിഞ്ഞിട്ടാണ് നിദ്ര വിടുന്നത് വാസ്തുപുരുഷൻ. അപ്പൊ 5 നാഴിക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. അപ്പൊ ഉദയം കഴിഞ്ഞ് 2 മണിക്കൂർ. അപ്പൊ 6 മണി 12 മിനിറ്റ് ഉദയമാണെങ്കിൽ 6 മണി 12 മിനിറ്റ് 2 മണിക്കൂർ പോകുമ്പോൾ 8:12. 8 മണി 12 മിനിറ്റ് ആകുമ്പോൾ വാസ്തുപുരുഷൻ നിദ്ര വിടും, ഉറക്കം എണീക്കും.
അപ്പൊ അതായത് 2 മണിക്കൂർ കഴിഞ്ഞ്, 5 നാഴിക കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ്. നിദ്ര വിടുന്ന സമയം 8 മണി 12 മിനിറ്റ്. സംശയമില്ലാന്ന് വിചാരിക്കുന്ന ആർക്കും എഴുതിക്കോളൂ. എഴുതി കാണുന്ന വിചാരിക്കുന്നു. അപ്പം 8 മണി 12 മിനിറ്റ് നിദ്ര വിട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ചെയ്യുന്നതിന് ആദ്യത്തെ 3 കാര്യങ്ങൾ, അതായത് ഗന്ധശുദ്ധി, സ്നാനം, പൂജ. അപ്പൊ ഇത് 3 കൂടെ 18 3 54. അപ്പൊ 54 മിനിറ്റ് ഇത് 3 കൂടെ വേണം. ഈ 54 മിനിറ്റും ഒന്നിനും തുടങ്ങാൻ വാസ്തു മുഹൂർത്തം അല്ല, നല്ല സമയമല്ല. അപ്പൊ നോക്കുക, ഗന്ധശുദ്ധിക്കും ഇതും കൂടെ എഴുതിക്കൊള്ളൂ. ഗന്ധശുദ്ധിക്കും സ്നാനത്തിനും പൂജയ്ക്കുമായി 2.25 നാഴിക സമയം, അത് 54 മിനിറ്റ്. അമ്പത്തിനാല് 2.25 നാഴിക സമയം വേണം. ഗന്ധശുദ്ധിക്കും സ്നാനത്തിനും പൂജയ്ക്കുമായി 2.25 നാഴിക സമയം, അതായത് 54 മിനിറ്റ്. അപ്പം 8 മണി 12 മിനിറ്റ് നിദ്ര വിടുന്നു. അപ്പൊ 8:12 54 മിനിറ്റ് കൂട്ടണം. അപ്പൊ 54 10 64 66. 8:66 എന്ന് പറയുമ്പോൾ 9 മണി 6 മിനിറ്റ്. അപ്പൊ 9 മണി 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോൾ ഈ 3 കാര്യങ്ങളും കഴിയും. ഗന്ധശുദ്ധിയും സ്നാനവും പൂജയും കഴിയും. പിന്നെ ഭോജനമാണ്. അപ്പം ആ സമയം, ആ ഭോജനത്തിന്റെ 18 മിനിറ്റും അത് കഴിഞ്ഞ് താമ്പൂല ചർവണം, അതായത് വെറ്റില മുറുക്കുന്നതിന്റെ 18 മിനിറ്റ് സമയവും ഏറ്റവും നല്ലതാണ്. ആദ്യത്തെ 18 മിനിറ്റ് ഉത്തമവും രണ്ടാമത്തെ 18 മിനിറ്റ് അത്യുത്തമവുമാണ്. അപ്പൊ അത് നോക്കാം. ഇത് എഴുതി കഴിഞ്ഞില്ല, എല്ലാവരും എഴുതി കാണുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ, എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. എഴുതിയല്ലോ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം എഴുതിയെന്ന്. കാരണം നിങ്ങള് ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉണ്ടോ എല്ലാവരും ഇത് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക്, കാരണം എൻ്റെ കംപ്ലീറ്റ് സ്ക്രീനും ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കംപ്ലീറ്റ് സ്ക്രീനും ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വാസ്തു മുഹൂർത്തം തുടങ്ങുന്ന സമയം 8 മണി 12 മിനിറ്റിൻ്റെയോടെ 54 മിനിറ്റ് കൂട്ടുന്നു. എഴുതിക്കോളൂ, വാസ്തു മുഹൂർത്തം തുടങ്ങുന്ന സമയം 8:12 54 മിനിറ്റ് കൂട്ടുന്നു. 9 മണി 6 മിനിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത്, അപ്പൊ നമ്മള് വാസ്തുപുരുഷൻ ഭോജനത്തിന്റെയും അതുപോലെ തന്നെ വെറ്റില മുറുക്കത്തിന്റെയും, ഭോജനത്തിനും താമ്പൂല ചർവണോ അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്നതിനും കൂടി വേണ്ട സമയം 18 36 മിനിറ്റ്. 36 മിനിറ്റ് വെച്ചാൽ 1.5 നാഴിക, 3/4 1.5 നാഴിക. ഒന്നര നാഴിക അല്ലെങ്കിൽ 36 മിനിറ്റ്. ഒന്നര നാഴിക സമം 36 മിനിറ്റ് എന്ന് വിചാരിക്കുന്നു. വാസ്തു മുഹൂർത്തം അവസാനിക്കുന്ന സമയം ഈ 9:06 തുടങ്ങുന്നത്. അതിനുവേണ്ടി 36 മിനിറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ 36 6 42, 9:42. 9 മണി 6 മിനിറ്റ് പ്ലസ് 36 മിനിറ്റ് സമയം 9 മണി 42 മിനിറ്റ്. 9:42 ആകുമ്പോൾ വാസ്തു മുഹൂർത്തം കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും വാസ്തുപുരുഷ ഉറക്കത്തിലാവും, നിദ്രയിലേക്ക് പോകുന്നതാണ്. അപ്പൊ വാസ്തു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ 9:06 മുതൽ 9:42 വരെയാണ്. അതിൽ ആദ്യത്തെ 18 മിനിറ്റ് ഉത്തമവും രണ്ടാമത്തെ 18 മിനിറ്റ് അത്യുത്തമവുമാണ്. അതായത് 9 മണി 6 മിനിറ്റ് മുതൽ 9 മണി 42 മിനിറ്റ് വരെ വാസ്തു മുഹൂർത്തം. ഇത് ഇത്രയും വാസ്തു മുഹൂർത്തം എന്ന് തന്നെ പറയും. പക്ഷെ ആദ്യത്തെ പകുതി ഉത്തമമാണ്, രണ്ടാമത്തെ പകുതി അത്യുത്തമമാണ്. അപ്പൊ നമ്മള് എല്ലാം ഒരുക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത്, അതിന്റെ പൂജാകർമ്മ ആദ്യത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് രണ്ടാമത്തെ പകുതി ആകുമ്പോഴാണ് ആക്ച്വൽ ചടങ്ങ് ഏറ്റവും നല്ലത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഈ വാസ്തു മുഹൂർത്തം കാണുന്നത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, വാസ്തു മുഹൂർത്തം കാണാൻ.
അപ്പൊ ടേബിൾ അറിഞ്ഞിരിക്കണം, 5 നാഴിക കഴിഞ്ഞാണെന്നുള്ളത് ആ ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആരും സംശയമൊന്നുമില്ല. അപ്പൊ ഓക്കെയാണ്. ഇനി അടുത്തത് ശിലാന്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ ശില സ്ഥാപിക്കുന്നത്, നമ്മളെ കല്ലിടുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കല്ലിടുന്നതിന്റെ സ്ഥാനം നിശ്ചയിക്കുന്നതിന് ഉള്ളതാണ് ഇത്. നമ്മൾ സാധാരണ കന്നിമൂലയിലാണ് നമ്മൾ സാധാരണ കല്ലിടുന്നത്, അത് നല്ലതുമാണ്. പക്ഷെ അതിന് വേറെ ചില വിശ്വാസങ്ങൾ അനുസരിച്ച് ഇതുണ്ട്, അത് കാണിക്കുകയാണ് ശിലാന്യാസം. ഇവിടെ നമ്മളൊരു വരച്ചിട്ട് ഇതൊക്കെ ശരിക്കും സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. പക്ഷെ അപ്പം കറക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാനില്ല, അവിടെ എഴുതാൻ പ്രയാസമായതുകൊണ്ട് ഇങ്ങനെ റെക്ടാങ്കിൾ ആയിട്ട് കാണിക്കുകയാണ്. ഇപ്പം രാശി 12 മാസങ്ങൾ, മീനം മുതൽ കുംഭം വരെയുള്ള മാസങ്ങൾ എഴുതിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ, അതായത് വാസ്തുപുരുഷൻ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതായിട്ടാണ്. അതായത് മീനം മുതല് പിന്നെ പാദങ്ങൾ വന്നിട്ടിങ്ങനെ തല വന്നിങ്ങനെ, അതായത് ഇവിടെ നോക്കുക, മീനത്തിൽ വരുന്നത് പാദമാണ്. അത് കഴിഞ്ഞ് കുംഭത്തിൽ വരുന്നത് കണങ്കാൽ. കണങ്കാലിന് പാദം കഴിഞ്ഞ് മുട്ടിന് താഴെയുള്ള ഭാഗമാണ് കണങ്കാൽ. അത് വരുന്ന ഈ കുംഭരാശിയിലാണ്. അടുത്ത മകരൻ രാശിയിൽ വരുന്ന കണങ്കാല് കഴിഞ്ഞിട്ട് കാലിന്റെ മുട്ടുകളാണ്. അത് കഴിഞ്ഞ് തുടയാണ് ധനുരാശി വരുന്നത്. അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ പാദം കഴിഞ്ഞ് കണങ്കാല് വരുന്നു, കാലിന്റെ മുട്ട് വരുന്നു, അത് തുട വരുന്നു. തുട കഴിഞ്ഞിട്ട് വൃശ്ചികൻ രാശിയിൽ വരുന്ന ഗുഹ്യഭാഗം, അത് വൃശ്ചികൻ രാശിയില്. തുലാൻ രാശിയിൽ വരുന്നത് വസ്തിപ്രദേശം, അതിന്റെ ആ ഭാഗം. പിന്നെ കന്നിരാശി വരുന്നതാണ് നമ്മുടെ അരക്കെട്ട് കന്നിരാശിയില്. ചിങ്ങൻ രാശിയിൽ നമ്മുടെ വയറ് വരുന്നു. കർക്കിടക രാശിയിൽ ഹൃദയം, നെഞ്ചിന്റെ ഭാഗം വരുന്നു. മിഥുനൻ രാശിയിൽ ബാഹുക്കൾ, കൈകളൊക്കെ മിഥുനൻ രാശി വരുന്നു. അതുപോലെ മുഖം ഇടവൻ രാശി വരുന്നു. തല അല്ലെങ്കിൽ ശിരസ് മേടൻ രാശി വരുന്നു. അങ്ങനെ പാദം മുതൽ ഇങ്ങനെ ശിരസ് വരെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതായിട്ടാണ്. ഇത് കാലപുരുഷനാണ്, വാസ്തുപുരുഷനല്ല. വാസ്തുപുരുഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത് വാസ്തുപുരുഷൻ എങ്ങനെയാ ശയിക്കുന്നതിനൊക്കെ ഇത് പിന്നീട് വരും. നമ്മൾ ദേവതാ സങ്കല്പം എന്നുള്ള ചാപ്റ്ററിൽ വാസ്തുപുരുഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം, അതൊക്കെ അപ്പോഴും വരും. ഇത് കാലപുരുഷനാണ് ഈ കിടക്കുന്നത്. അതായത് പാദം മീനത്തിൽ മുതൽ ഇങ്ങനെ വന്ന് മേടം രാശി ശിരസ് വരുന്നവർ ഇങ്ങനെ ശയിക്കുന്നതായിട്ടാണ്. കാലപുരുഷൻ ഇങ്ങനെ ശയിക്കുന്നതായിട്ടാണ്. അപ്പൊ ഇതില് ഈ കാലപുരുഷന്റെ അരക്കെട്ട് വരുന്ന കന്നിരാശി, ആ കന്നിമൂലയിൽ ഈ ശിലാന്യാസനം വളരെ നല്ലതാണ്. അതായത് ആദ്യ ശില സ്ഥാപിക്കാൻ. അല്ലെങ്കിൽ അത് പൊതുവെ നമ്മുടെ കേരളത്തിലെല്ലാം കന്നിമൂലയിലാണ് ശില സ്ഥാപിക്കുന്നത്. പക്ഷെ അവിടെ സ്ഥാപിക്കാവുന്ന വേറൊരു ഇതുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് ജ്യോതിഷത്തിലൊക്കെ ഉദയരാശിയുടെ 10ാം രാശിയിൽ പിന്നെ ശില സ്ഥാപിക്കാന്ന് പറയുന്നുണ്ട്. ഉദയൻ രാശിയുടെ 10ാം രാശിയിൽ ശില സ്ഥാപിക്കാം. കന്നിമൂല തന്നെ വേണമെന്നില്ല. കന്നിമൂലയിലല്ല. കന്നിമൂലയിൽ സാധാരണ മിക്കവാറും എല്ലാവരും ഇപ്പം സ്ഥാപിക്കാൻ എളുപ്പമുണ്ട്. കന്നിമൂല തെക്ക് പടിഞ്ഞാറ മൂലയ്ക്ക് കല്ലിടുന്ന കുറച്ച് എളുപ്പമാണ് കണ്ടുപിടിക്കാനൊക്കെ. മറ്റേത് ഉദയരാശിയുടെ 10ാം രാശി കണ്ടുപിടിച്ചിട്ട് അവിടെ കല്ലിടണം. അതെങ്ങനെയാ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പം പിന്നെ ചിങ്ങമാസത്തിലാണ് കല്ലിടുന്നത് ഇരിക്കട്ടെ. ചിങ്ങമാസത്തിൽ കല്ലിടുകയാണ്. അപ്പൊ ചിങ്ങ 1 എന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ചിങ്ങ 1, കന്നി 2, തുലാം 3, വൃശ്ചികം 4, ധനു 5, മകരം 6, കുംഭം 7, മീനം 8, മേടം 9, ഇടവം 10. അപ്പൊ ഉദയരാശിയുടെ 10ാം രാശി എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലാണ് കല്ലിടുന്നതെങ്കിൽ ഇടവരാശിയാണ്. അപ്പൊ ഇടവൻ രാശിയിൽ നമുക്ക് ശില സ്ഥാപിക്കാം. ഇടവൻ രാശി ശില സ്ഥാപിക്കാം എന്ന് എന്താ അർത്ഥം? നമ്മൾ കിഴക്കുവശത്ത്, ഇതിപ്പോ വീടാണെങ്കിൽ ഈ വീടിന്റെ കിഴക്കുവശത്തെ ടോട്ടൽ നീളം എടുക്കുക. ഇടത്തേറ്റം മുതൽ വലത്തേറ്റം വരെ അതിനെ 4ആയിട്ട്, ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ 4ആയിട്ട് ഈക്വലായിട്ട് ഭാഗിക്കുക. ഈക്വലായിട്ട് 4ആയിട്ട് ഭാഗിക്കുമ്പം അതില് പിന്നെ വടക്കുന്ന 3ാമത്തെ രാശിയാണ് ഇടവൻ രാശി. അപ്പൊ ആ 3ാമത്തെ രാശി എവിടെ അത് കണ്ടുപിടിച്ചത്? അപ്പൊ ആ വീടിന്റെ നീളം എടുക്കാം. ഇപ്പൊ സപ്പോസ് പിന്നെ ഒരു 1600 സെന്റിമീറ്റർ ആണ് വീടിന്റെ നീളമെങ്കിൽ ആ 1600 4ആയിട്ട് ഭാഗിക്കുമ്പോൾ ഓരോന്നും 400 സെന്റിമീറ്റർ, 400, 800, ഓരോന്നും 400 സെന്റിമീറ്റർ വെച്ച് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 400 മീനൻ രാശി, രണ്ടാമത്തെ 400 അപ്പൊ 800 വരെ, 400 മുതൽ 800 വരെ മേടൻ രാശി, 800 മുതൽ 1200 വരെ ഇടവൻ രാശി. അപ്പൊ 800ന്റെ 1200ന്റെ മധ്യം എന്ന് പറയുമ്പോഴത്തേക്ക് 1000 വരും. അപ്പൊ ആ മീനത്തിന്റെ തുടക്കം വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് 1000 സെന്റിമീറ്റർ നമ്മൾ നേരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഇടവൻ രാശിയുടെ മധ്യം വരുന്നത്. അപ്പൊ ആ ഭാഗത്ത് കുഴിയെടുത്ത് കല്ല് സ്ഥാപിക്കാം. അതാണ് പിന്നെ ഉദയരാശിയുടെ 10ാം രാശിയിൽ ശിലാസ്ഥാപനം ചെയ്യാന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇടവൻ മേടമാസത്തിലാണ്
നമ്മൾ പിന്നെ ശില സ്ഥാപിക്കുന്നെങ്കിൽ മേടം മുതൽ എണ്ണണം. മേടം, ഇടവം, മിഥുനം എന്ന് പറഞ്ഞാൽ 1, 2, 3 എണ്ണിയിട്ട് 10 എവിടെ വരെ നോക്കിയിട്ട് ആ 10ാം രാശി ഇതുപോലെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ മേടം പോലെയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മകരത്തിലാണ് വരുന്നത്. നോക്കുക, മേടമാസം 1 എഴുതിയിട്ട് ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോൾ മേടത്തിലെ 1ാം രാശി 1 മുതൽ 10ാം രാശി വരുന്നത് മകരത്തിലാണ്. ഉദയരാശിയുടെ 10ാം രാശി മകരം വരുമ്പോൾ മകരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വടക്ക് വശത്തെ ടോട്ടൽ നീളം എടുക്കുക, ആ വീടിന്റെ വടക്ക് വശമുള്ള ഇതെടുക്കുക, 4ആയിട്ട് ഭാഗിക്കുക. 4ആയിട്ട് ഭാഗിച്ചിട്ട് പടിഞ്ഞാറിന് 2ാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് 2ാമത്തെ ഭാഗം തുടങ്ങുന്നത് മുതൽ 2ാമത്തെ ഭാഗം തീരുന്നവരെയാണ് മകരം വരുന്നത്. അപ്പൊ അതിന്റെ മധ്യത്തിലായിട്ട് കുഴിയെടുത്ത് അവിടെ ശില സ്ഥാപിക്കാം. അപ്പൊ അതാണ് ഉദയരാശി 10ാം രാശി. അത് നോക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ പൊതുവെ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അങ്ങനെയും ചെയ്യാം. ഉദയരാശിയിലെ 10ാം രാശിയിലെ ശിലാസ്ഥാപനം നടത്താൻ നല്ലതാണ്. പക്ഷെ പൊതുവെ കന്നിരാശിയിലെ കന്നിമൂലയിലെ സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തന്നെ ശിലാസ്ഥാപനം ചെയ്യുന്നതും നല്ലതാണ്. ഇനി വേറെ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചെയ്യാറില്ല. അതായത് ഈ ബാഹുക്കൾ വരുന്ന പിന്നെ മിഥുനൻ രാശിയിൽ ശിലാസ്ഥാപനം നടത്താറുണ്ട്. അത് 2 സ്ഥലങ്ങളാണ്. അതായത് ഒരു സെക്കൻഡ്, ശിലാന്യാസം, അതായത് കാലപുരുഷന്റെ അരക്കെട്ട് വരുന്ന കന്നിരാശിയിൽ തെക്ക് പടിഞ്ഞാറേ മൂല ആദ്യ ശില സ്ഥാപിക്കുന്ന ഉത്തമമാണ്. കാലപുരുഷന്റെ പാദങ്ങൾ വരുന്ന മീനൻ രാശി, അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ വെക്കാം. ഇത് നോർത്ത് ഇന്ത്യയിൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ പതിവില്ല. കാലപുരുഷന്റെ പാദങ്ങൾ വരുന്ന മീനൻ രാശിയിലും വടക്ക് കിഴക്കേ മൂല ബാഹുക്കൾ വരുന്ന മിഥുനൻ രാശിയിലും തെക്ക് കിഴക്കേ മൂല ആദ്യ ശില സ്ഥാപിക്കുന്ന പതിവ് നിലവിലുണ്ട്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ. പുസ്തകത്തിലെ കിടപ്പുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റിലും അതുപോലെ സൗത്ത് ഈസ്റ്റിലും ശിലാസ്ഥാപനം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും അത് അങ്ങനെ ഇവിടെ പാടില്ല, ഇവിടെ നമ്മൾ ഇല്ല, അവിടെയും ശിലാസ്ഥാപനം ചെയ്യാവുന്ന പുരാണങ്ങളിൽ ചില പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയും അനുകൂലമാണ് മീനം. പക്ഷെ നമ്മൾ സാധാരണ കേരളത്തിൽ അങ്ങനെ ചെയ്യാറില്ല. കേരളത്തിലെ ഒന്നുകിൽ കന്നിമൂലയിൽ തന്നെ ശിലാസ്ഥാപനം നടത്തും, അല്ലെങ്കിൽ ഉദയരാശിയുടെ 10ാം രാശി നേരത്തെ പറഞ്ഞാൽ അതും ചെയ്യും. മറ്റേ മീനൻ രാശിയിലും മിഥുനൻ രാശിയിലും, അത് നോർത്ത് ഈസ്റ്റ് മൂലയിലും സൗത്ത് ഈസ്റ്റ് മൂലയിലും നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ശിലാന്യാസവുമായി ബന്ധപ്പെട്ട കാര്യം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സംശയമൊന്നുമില്ല. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഉദയരാശിയുടെ 10ാം രാശിയിൽ ശില സ്ഥാപിക്കാം. ഇനി ഈ കോൺ ശിലകളുടെ നാമങ്ങൾ, അതായത് നമ്മള് സാധാരണ കന്നിമൂലയിലാണ് ആദ്യ ശില സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ശിലാസ്ഥാപനം എന്നുള്ള അത് ആദ്യ ശില സ്ഥാപിത കന്നിമൂലയാണ്. ഈ കന്നിമൂലയിൽ ആദ്യമായിട്ട് വെക്കുന്ന ശിലയ്ക്ക് സുമംഗലി എന്നാണ് പേര്. സുമംഗലി എന്നാണ് ആ ശിലയുടെ പേര് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥാപിക്കുന്ന സമയത്ത് ഓം ശ്രീ സുമംഗലയായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ കല്ലിടുന്നത് ഏറ്റവും നല്ലതാണ്. 3 പ്രാവശ്യം ഓം ശ്രീ സുമംഗലയായ നമ, ഓം ശ്രീ സുമംഗലിയായ നമഃ, ഓം ശ്രീ സുമംഗലിയായ നമഃ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഭക്തിയോടുകൂടി ഗണപതിയെയും എല്ലാം മനസ്സിൽ വിചാരിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ആ ശക്തിയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണം ധ്യാനിച്ചുകൊണ്ട് ആ കന്നിമൂലയിൽ നമ്മൾക്ക് ഇത് വയ്ക്കാം. അപ്പൊ കന്നിമൂലയിൽ ആദ്യം വെക്കുന്ന ശിലയ്ക്കാണ് സുമംഗലി. സൗത്ത് വെസ്റ്റില് വെക്കുന്ന ആ കോൺശിലയുടെ പേരാണ് സുമംഗലി. അതുപോലെ നമ്മൾ നോർത്ത് വെസ്റ്റില്, നോർത്ത് വെസ്റ്റിന് വടക്ക് പടിഞ്ഞാറ്, അതായത് വായുമൂല എന്ന് പറയും. ആ കോണുകളുടെ പേരൊക്കെ പിന്നെ നമുക്ക് വരും, അത് അപ്പോഴേ മനസ്സിലാക്കാം. നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറേ മൂലയാണ്, അത് വായുമൂല എന്നും പറയും. ആ വായുമൂലയിൽ ആദ്യം വെക്കുന്ന ശിലയ്ക്ക് പേര് വരുന്ന ഭദ്രങ്കരി എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ സാധാരണ പിന്നെ പൂജയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ആദ്യത്തെ ശില വയ്ക്കുമ്പോൾ ശിലയ്ക്ക് കുറച്ച് വെള്ളം 2-3 പ്രാവശ്യം വെള്ളം തെളിച്ച് അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് കുറച്ച് ഭസ്മവും ചന്ദനവും കുങ്കുമവും തൊട്ടിട്ട് ഓം ശ്രീ ഭദ്രങ്കരിയായ നമഃ എന്ന് പറഞ്ഞിട്ട് ആ കല്ല് വെക്കാറുണ്ട്. വെള്ളം നല്ലതാണ്, അതും ചെയ്യാറ്. പക്ഷെ പലയിടത്ത് പറയാറുണ്ട് ആ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ആദ്യത്തെ കല്ല് വെക്കുമ്പോൾ അവർ കുറച്ച് വെള്ളം ഒന്ന് തളിക്കുക, ആ കല്ലില് തളിച്ചിട്ട് കുറച്ച് ഭസ്മവും ചന്ദ്രവും കുങ്കുമം തൊടാൻ നല്ലതാണ്. ഇല്ലെങ്കിൽ വേണ്ട, അതായത് കുറച്ച് ഭസ്മവും ചന്ദ്രവും കുങ്കുമവും ആ ശിലയെ തൊട്ടിട്ട് ഓം ശ്രീ ഭദ്രങ്കരിയായ നമഃ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ആ ശില സ്ഥാപിച്ചാൽ അത് കൂടുതൽ നല്ലതാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റില് ആദ്യ ശിലയ്ക്ക് ശുക്ല എന്ന് പറയും. അപ്പോൾ ഓം ശ്രീ ശുക്ലായ നമഃ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെയും ആദ്യത്തെ ശില മൂലയിൽ ആദ്യത്തെ ശില വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് ഭസ്മം ചന്ദ്രൻ കുങ്കുമം ഒന്ന് തൊട്ടിട്ട് ഓം ശ്രീ ശുക്ലായ നമഃ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ആ ശില വയ്ക്കുക. അതുപോലെ സൗത്ത് ഈസ്റ്റിൽ വെക്കുന്ന ആദ്യ ശിലയ്ക്ക് സുഭഗ എന്ന് പറയും. അപ്പോൾ ഓം ശ്രീ സുഭഗായ നമഃ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുക. അപ്പൊ ഈ കോൺ ശിലയുടെ നാമങ്ങൾ പുസ്തകത്തിലുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
അത് നമ്മൾ സാധാരണ ഈ കല്ല് വെക്കുന്ന ശിലാസ്ഥാപനം ആദ്യം ചെയ്യുന്നത് കന്നിമൂലയായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. ഈ നോർത്ത് വെസ്റ്റ് കല്ലിന്റെ പേരൊക്കെ ആ വീട്ടുടമസ്ഥന്റെയോ അല്ലെങ്കിൽ പണിയുന്ന മേശയോടോ പറഞ്ഞിട്ട് ആദ്യം വെക്കും. ഇങ്ങനെ ചെയ്യണമെന്ന് പറയുക. ചെല്ല് ചെയ്യാറുണ്ട്, ചെല്ല് ചിലപ്പോൾ അത് ഓർത്തില്ലെന്ന് വരും. പക്ഷെ പലരും ചെയ്യാറുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചെയ്യാറുണ്ട്. കാരണം കന്നിമൂലയുടെ ഉള്ള കല്ലിടുന്ന സമയത്ത് മാത്രമേ നമ്മൾ അവിടെ പ്രസന്റ് ആയിരിക്കുള്ളൂ. സാധാരണ ഒരു വാട്സപ്പ് കൺസൾട്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പ്രസന്റ് ആയിരിക്കുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളതൊന്നും അവർ പ്രസന്റ് ആയിരിക്കില്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മള് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ തന്നെ നോക്കുക, ഓരോ വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും എന്നുള്ളിടത്ത് ഓരോന്നിന്റെ സമയങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമയം നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സമയം നോക്കി, ഈ മുഹൂർത്തം നോക്കി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഗ്രഹനിർമ്മാണം എന്ന് പറയുന്നത് ഗ്രഹ ആരംഭമാണ്. ഗ്രഹ ആരംഭത്തിന് ഇപ്പം ഉത്തമമായ നക്ഷത്രങ്ങൾ രോഹിണി, മകീരം, പൂയ, ഉത്തരം എന്നൊക്കെ പറഞ്ഞ് അത് ഗ്രഹ ആരംഭത്തിൽ ആ നക്ഷത്രങ്ങളൊക്കെ ശുഭമാണ്, അല്ലെങ്കിൽ സ്വീകാര്യങ്ങളാണ്, ഉത്തമങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങളെല്ലാം നല്ലതാണെന്ന് വിചാരിക്കരുത്, എല്ലാവർക്കും നല്ലതാണെന്ന് വിചാരിക്കരുത്. ജനറലായിട്ടുള്ള നല്ല നക്ഷത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ നക്ഷത്രം നമ്മൾ ആ വീട് വയ്ക്കുന്ന ആരാണ് ആ ഗ്രഹനാഥ അവരുടെ നക്ഷത്രവുമായിട്ട് ചേരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതെടുക്കാവൂ. അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് മുഹൂർത്തം നോക്കുന്നതിന്, അത് ഏതിനായാലും, അതായത് ശിലാസ്ഥാപനത്തിനായാലും, ആദ്യം കുറ്റിയടിക്കാനായാലും, ശിലാസ്ഥാപനത്തിനായാലും, കട്ടള വയ്ക്കാനായാലും, അതുപോലെ തന്നെ ഗൃഹപ്രവേശനത്തിനായാലും ആ സമയം നോക്കുന്നത് എപ്പോഴും ജ്യോതിഷം അറിയാവുന്നവർ മാത്രമേ ചെയ്യാവൂ. നമുക്കറിയാവും, നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരെ കൊണ്ട് നോക്കി വെച്ചിട്ട്, അല്ലാതെ ഒരിക്കലും വാസ്തു പഠിച്ചിട്ട് ജ്യോതിഷം കയറി നോക്കുക. രണ്ടും രണ്ടാണ്. അതുപോലെ തിരിച്ചു അതാണ്. ജ്യോതിഷം മാത്രം പഠിച്ചിട്ട് വാസ്തു പഠിക്കാതെ വാസ്തു കാര്യങ്ങൾ ഉപദേശിക്കുന്നത് നല്ലതല്ല. അത് നമ്മൾ രണ്ടും പഠിച്ചവർക്ക് രണ്ടും ഉപദേശിക്കാം, നല്ലതാണ്. എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത് എല്ലാം പഠിച്ചവർക്ക് എല്ലാം ഉപദേശങ്ങൾ കൊടുക്കാം. പക്ഷെ നമ്മൾ പഠിക്കാതെ, ഗുരുവിന്റെ അടുത്ത് പഠിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നത് ചിലപ്പോൾ ഗുണത്തെക്കാൾ ദോഷം ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ പറയാം. ഇപ്പൊ ആദ്യത്തെ ക്ലാസ് ഒക്കെയാണ്, ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മള് ഇനി ബാക്കിയുള്ള ഈ വാസ്തു മുഹൂർത്തങ്ങളേ ഉള്ളൂ. വാസ്തുമുഹൂർത്തമല്ല, വാസ്തുമുഹൂർത്തം നമ്മൾ എടുത്തു, മറ്റു മുഹൂർത്തങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു, അത് ജ്യോതിഷത്തിൽ വരുന്ന കാര്യമാണ്. ഇതിനകത്ത് ജസ്റ്റ് മുഹൂർത്തങ്ങളും ചാപ്റ്റർ ആയതുകൊണ്ട് അത് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നക്ഷത്രമോ ആഴ്ചയോ മാസമോ ഒക്കെ നോക്കിയിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അറിയാവുന്ന ഒരു ജ്യോതിഷ വിദഗ്ധൻ, ജ്യോതിഷ പണ്ഡിതനോട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവര് പറയുന്ന, അല്ലെങ്കിൽ അവർ കുറിച്ച് തരുന്ന സമയം വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മുഹൂർത്തങ്ങളും നിമിത്തങ്ങളുമാണ്. അപ്പൊ അത് നമ്മളിപ്പം കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് നിങ്ങൾ വീട്ടിൽ പോയി പുസ്തകം വെച്ച് വായിച്ചൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും വേണം ചോദിക്കാം. നമ്മൾ ഈ ക്ലാസ്സിന്റെ എൻഡില് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ആ ദിവസം പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറലായിട്ട് വാസ്തുപരമായിട്ടുള്ള ഏത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഇപ്പൊ രണ്ടാമത്തെ അധ്യായത്തിന്റെ പേരാണ് വസുധാ ലക്ഷണം. നമ്മള് സിലബസ് തന്നപ്പോൾ തന്നിട്ടുള്ളതാണ് ചാപ്റ്റർ 2 വസുധാ ലക്ഷണം. വസുധാ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ വീടിലോട്ട് നമ്മൾ വീടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ആദ്യം ഭൂമി കഴിഞ്ഞിട്ടാണ് വീട്. സ്ഥലം ഇല്ലെങ്കിൽ വീട് വെക്കാൻ ഒക്കില്ല. വീട് വെക്കണമെങ്കിൽ ആ വീട് വെക്കാനുള്ള ഒരു സ്ഥലം വേണം, ആ ഒരു വസ്തു വേണം. അപ്പൊ ആ വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ആ സ്ഥലത്തെ പറ്റി അല്ലെങ്കിൽ ഉള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ വസുധാ ലക്ഷണത്തിലുണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് കിടക്കുകയാണ്. അത് കുറച്ച് നോക്കാം. അതിന് ഉത്തമ ഭൂമി ലക്ഷണവും അതുപോലെ അധമ ഭൂമി ലക്ഷണമുണ്ട്.
അപ്പൊ ഉത്തമ ഭൂമി ലക്ഷണം എന്ന് പറയുന്ന 9 കാര്യങ്ങളാണ് വാസ്തുശാസ്ത്രത്തിലെ ഉത്തമ ഭൂമിക്ക് ഒരു ലക്ഷണമായിട്ട് പറയുന്നത്. അതെന്താ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഉത്തമ 9 കാര്യങ്ങളുള്ള ആദ്യത്തെ കാര്യം, മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളത്. എന്താണ് ഈ മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇപ്പൊ വാസ്തു ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ വീട് വയ്ക്കാൻ ഒരു സ്ഥലം ഇങ്ങനെ അദ്ദേഹം പോയി കാണുമ്പോൾ പുള്ളിയുടെ മനസ്സിലകത്ത് പുള്ളിയുടേതായ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ അനിഷ്ടങ്ങളും ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം, ചില സ്ഥലം കാണുമ്പോൾ ആ വീട് അവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് ആ ചിലപ്പോൾ ഇത് കൊള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന അവിടെ അടുത്ത വീടിന്റെ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് അതത്ര, ചിലർക്കാണെങ്കിൽ ഈ സിറ്റിയിൽ നിന്നൊക്കെ അകന്ന ഒരു ഗ്രാമപ്രദേശത്തില് വലിയ ബഹളമൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വയ്ക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്കാണെങ്കിൽ സാധനം വാങ്ങിക്കാനൊക്കെ എളുപ്പമാണ് സിറ്റിക്കകത്ത് തന്നെ വീട് വയ്ക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. അപ്പൊ അത് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അപ്പൊ ആ ഇഷ്ടാനിഷ്ടം വെച്ച ഒരാൾ ആ സ്ഥലം കാണുമ്പോഴത്തേക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടമാണ് മനുഷ്യർക്ക് സന്തോഷകരമായിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പശുക്കൾക്ക് സന്തോഷകരമായിട്ടുള്ളത്, നമ്മൾ ആ കോമ്പൗണ്ട് വാളുള്ള സ്ഥലമാണെങ്കിൽ, ചുറ്റും കോമ്പൗണ്ട് വാളുള്ള ഒരു പ്രദേശമാണെങ്കിൽ അതിൽ അവിടെ പോയിട്ട് ആ പശുവിനെ അഴിച്ചു വിട്ടേക്കണം അതിനകത്ത്. ആ പശുവിനെ അഴിച്ചു വിട്ടാൽ പശു കുറെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ തിന്നിട്ട് എവിടെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാനായിട്ട് കിടക്കുന്നു. അയവറയ്ക്കൊന്ന് കിടന്നിട്ട് ഈ അയവറക്ക അവിടെ ചവിച്ചോണ്ട് കിടക്കും. അപ്പൊ ആ സ്ഥലം സാധാരണ ഈ പശുക്കൾക്കൊക്കെ ഈ ഭൂമിയുടെ എനർജി മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അപ്പൊ അത് പോയി എല്ലായിടത്തും നോക്കുമ്പോൾ ഉള്ളതിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെ നോക്കിയിട്ട് അവിടെ പിന്നെ അധികം നെഗറ്റീവ് ഇല്ലാത്ത അല്ലെങ്കിൽ അധികം പ്രതികൂല ഊർജ്ജം ഇല്ലാതെ അനുകൂല ഊർജ്ജം ഉള്ള ഭാഗത്ത് അത് മനസ്സിലാക്കിയിട്ട് അവിടെ ആയിരിക്കും കിടന്നുകൊണ്ടാണ് അത് ഈ അയവറക്കുന്നത്. അത് നോക്കുക. 2-3 ദിവസം നോക്കിയിട്ട് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പശുക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് അതാണ്. അങ്ങനെ മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ള സ്ഥലം ഉത്തമ ഭൂമിയാണെന്നാണ്. രണ്ടാമത്തത്, ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പം എല്ലാത്തരം വൃക്ഷങ്ങളും ഉണ്ട്. അതായത് ഫലഭൂയിഷ്ടമായ സ്ഥലമായിരിക്കണം. ഇങ്ങനെ പിന്നെ എന്താ മരുഭൂമി പോലെ ചെടിയും ഒന്നും വളരാത്ത സ്ഥലം, അങ്ങനെയുള്ള സ്ഥലം ഉത്തമ ഭൂമിയല്ല. നല്ല ഒരുപാട് മരങ്ങളും പുഷ്പങ്ങളും ചെടികളും ഒക്കെ ഉള്ള സ്ഥലമാണ് കൂടുതൽ ഉത്തമ ഭൂമിയായിട്ടുള്ളത്. അതുപോലെ നിരപ്പുള്ളത്, അതാണ് മൂന്നാമത്തത്. നിരപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞു വരുന്നുള്ളതല്ല. ഇപ്പം പൊങ്ങിയും താന്നും ഒരു ചെറിയൊരു കുന്ന് പോലെ ഒരു സ്ഥലം, അത് കഴിഞ്ഞ ഒരു കുഴി, അങ്ങനെ കുന്നും കുഴിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്ന സ്ഥലം നിരപ്പുള്ളതല്ല. അപ്പൊ അങ്ങനെ നിരപ്പുള്ള സ്ഥലമായിരിക്കണം ഉത്തമ ഭൂമി. നിരപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള സ്ഥലമൊക്കെ അത് നല്ലതല്ല. ഇനി അത് മാർദ്ദവമുള്ള ഭൂമിയായിരിക്കണം. മാർദ്ദവം പറഞ്ഞാൽ വലിയ കല്ല്, ഇപ്പൊ പാറയുടെ പുറത്തൊന്നും അത് നല്ലതല്ല. അപ്പൊ അത് മാർദ്ദവമില്ല, നല്ല കട്ടിയാണ്, നല്ല. അപ്പൊ അങ്ങനെ അതേസമയം കുറച്ച് മാർദ്ദവമായിട്ടുള്ള മൃദുത്വമുള്ള ഭൂമിയാണ് ഉത്തമ ഭൂമി. അപ്പൊ 1, 2, 3, 4 നിരപ്പുള്ളത് ഒന്നാണ്, മാർദ്ദവമുള്ളത് പറയാണ്. പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളത്. പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് മുറിക്കാതിരിക്കുമ്പോൾ കാണാൻ വയ്യ, വെളിയിൽ കൂടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ ചെരുപ്പ് കാലിൽ കുത്തുമ്പോൾ ശബ്ദമല്ല, ചെരുപ്പൊന്നും ഇല്ലാതെ നഗ്നപാതനായിട്ട് വെറും കാലില് നടക്കുകയാണെങ്കിലും ചിലപ്പോൾ ചില ഭൂമിയിൽ നടക്കുമ്പോൾ ചെറിയൊരു ശബ്ദം ഉണ്ടാവും. ആ ഒരു നടക്കുന്നതിന്റെ ഒരു ശബ്ദം കേൾക്കാം. അതാണ് ഒരു ചെറിയ മുഴക്കം പോലെ. അതാണ് പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ള, അത് ഭൂമി നല്ലതാണ്. അതേസമയം ഒരു ശബ്ദവും ഇല്ലാത്ത ഭൂമി നല്ലതല്ല. അപ്പൊ അതങ്ങനെ പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ള ഭൂമി നല്ലതാണ്. പ്രദക്ഷിണഗതിയായ നീരൊഴുക്കുള്ളത്. പ്രദക്ഷിണ കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് പിന്നെ ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന ആ ഡയറക്ഷനാണ് പ്രദക്ഷിണഗതി. നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കുന്ന ആ ഡയറക്ഷനാണ്. അപ്പൊ അങ്ങനെ ആ പ്രദക്ഷിണഗതിയായിട്ട് നീരൊഴുക്കുള്ള, ഈ പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വാസ്തു കൈകാര്യം ചെയ്യുന്നവർക്ക് വരെ വ്യക്തമാകാത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഒരു പൊതുവെ ഇനി നിങ്ങൾ അത് പഠിക്കും, ഇപ്പൊ ഈ പഠിച്ചില്ല. അതായത് പൊതുവെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് കന്നിമൂലയുടെ ഭാഗം സൗത്ത് വെസ്റ്റ്, അവിടെ പൊങ്ങിയും വടക്ക് കിഴക്ക് ഭാഗം അതായത് നോർത്ത് ഈസ്റ്റ്, അതായത് കന്നിമൂല തെക്ക് പടിഞ്ഞാറ്, ഈശാന്യമൂല എന്ന് പറയും നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക്. അപ്പൊ ആ വടക്ക് കിഴക്ക് ഭാഗം താന്നും
തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയുള്ള ഭൂമി പൊതുവെ നല്ല ഭൂമിയാണെന്നാണ്, അതിന്റെ സ്ലോപ്പ് നല്ലതാണെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു മഴയോട്ട് പെയ്തിരിക്കട്ടെ, ആ മഴ പെയ്താൽ തെക്ക് പടിഞ്ഞാറ് വീഴുന്ന വെള്ളം അവിടെ പൊങ്ങിയാണ് വടക്ക് കിഴക്ക് താഴുവാണെങ്കിൽ അവിടുന്ന് വടക്ക് കിഴക്കോട്ട് പൊങ്ങിയ സ്ഥലത്ത് താഴ്ന്ന സ്ഥലത്തോട്ട് വെള്ളം ഒഴുകി വരും മഴയൊക്കെ പെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ചിലപ്പോൾ നടുക്കൂടെ ഒഴുകി വരാം, അത് രണ്ട് സൈഡിൽ കൂടെ ഒഴുകി വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പ്രദക്ഷിണഗതിയായി നീരൊഴുക്ക് വരുന്ന, അപ്പൊ നമുക്കറിയാം ഇപ്പം കന്നിമൂല ഈശാനുമൂലയുടെ വരുമ്പോൾ ഒന്നുകിൽ അത് തെക്ക് കിഴക്ക്, അതായത് അഗ്നിമൂലയുടെ ഭാഗത്തൂടെ വരാം, അല്ലെങ്കിൽ വായുമൂലയുടെ ഭാഗത്തൂടെ വരാം. വായുമൂലയുടെ ഭാഗത്തൂടെയാണ് വെള്ളം ഒഴുകി പിന്നെ കന്നിമൂലയിൽ നിന്നും ഈശാനുമൂലയിട്ട് പോകുന്നതെങ്കിൽ, അതായത് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് പടിഞ്ഞാറ് കൂടി, അതാണ് വായുമൂല, വടക്ക് പടിഞ്ഞാറ് കൂടി ഒഴുകി പിന്നെ ഈശാനുമൂല ഏറ്റവും പൊക്കം വരുന്ന സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ അത് പ്രദക്ഷിണമാണ്. പക്ഷെ തെക്ക് കിഴക്കോട് കൂടിയാണ് ഒഴുകുന്നത്, ഇപ്പൊ ഞാൻ പടം കാണിച്ചു തരാം, തെക്ക് കിഴക്കോട് കൂടിയാണ് ഒഴുകുന്നതെങ്കിൽ അത് അപ്രദക്ഷിണമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രദക്ഷിണമായി നീരൊഴുക്കുള്ളത്? അത് ചില കൺഫ്യൂഷൻ വരും. കാരണം തെക്ക് പടിഞ്ഞാറ് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ, തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയും വടക്ക് കിഴക്ക് താഴ്ന്നുവാണെങ്കിൽ ഈ ഒഴുകുന്നത് കുറെ ഭാഗം പ്രദക്ഷിണമായിട്ടായിരിക്കും, കുറെ ഭാഗം അപ്രദക്ഷിണമായിട്ടായിരിക്കും. അപ്പൊ പ്രദക്ഷിണമായി നീരൊഴുക്കുള്ളത് മാത്രമേ ഇവിടെ ഉത്തമ ഭൂമിയായിട്ട് പറഞ്ഞുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മോളിൽ കൂടെ മഴ പെയ്യുമ്പോൾ ഒഴുകുന്നതല്ല, ഭൂമിക്ക് അടിയിൽ കൂടിയുള്ള ജലത്തിന്റെ ഒഴുക്കാണ്. നമുക്കറിയാം കിണറൊക്കെ കുഴിക്കുമ്പോൾ ഭൂമിക്ക് അടിയിലെ ഭൂഗർഭ ജലം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഭൂമിക്ക് അടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭൂമിയുടെ അടിയിൽ കൂടെ വെള്ളം ഒഴുക്കുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ ഒഴുക്ക് പ്രദക്ഷിണ ആയിട്ടാണെങ്കിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നല്ലതാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നല്ലതല്ല. ഇതെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് കാണാക്കില്ല, ഭൂമിക്ക് അടിയിലാണ് വെള്ളം ഒഴുകുന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുണ്ട്, അതിലേക്ക് പിന്നെ വരാം. അതായത് പിന്നെ നമ്മുടെ ഭൂപരീക്ഷണം എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഭൂപരീക്ഷണം വരുമ്പോൾ ഭൂമിയെ ഉള്ള പരീക്ഷണങ്ങളാണ്, എങ്ങനെ നല്ല ഭൂമിയും മോശമായ ഭൂമിയും പരീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കാനുള്ള ചില 6 പരീക്ഷണങ്ങളുണ്ട്. ഈ 6 പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഭൂപരീക്ഷണം എന്നുള്ള ഭാഗത്ത് വരും. അപ്പൊ അത് വരുമ്പോൾ ഈ അപ്രദക്ഷിണമായിട്ടാണോ നീരൊഴുക്കുള്ളത് അതോ പ്രദക്ഷിണമായിട്ടാണോ അടിയൊഴുക്ക്, അടിയിലുള്ള വെള്ളത്തിന്റെ ഭൂഗർഭത്തിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ള മെത്തേഡ് അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 1, 2, 3, 4, 5, 6 ഐറ്റമായി, 9-ലെ 6 പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഒരു ബ്ലൂ കളർ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതൊരു പുരയിടമാണെന്നിരിക്കട്ടെ. ഇത് തെക്ക് പടിഞ്ഞാറ്, SW സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂല. ഇത് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാനുമൂല എന്ന് പറയും. ഇപ്പൊ നമുക്ക് തെക്ക് പടിഞ്ഞാറിന് ഇപ്പൊ ചുവന്ന ലൈൻ നോക്കുക, ഈ ആരോ കാണുന്ന ആ തെക്ക് പടിഞ്ഞാറുന്ന വെള്ളം ഇപ്പൊ വായു, അതായത് നോർത്ത് വെസ്റ്റിൽ കൂടെ ആ വായുമൂലയിൽ കൂടെ ഒഴുകി ഈശാനുമൂലയിൽ പോകുന്നു, അങ്ങനെ ഒഴുകാം. അതല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറുന്ന ഇപ്പൊ അഗ്നിമൂലയാണ്, നമ്മൾ അഗ്നിമൂല സൗത്ത് ഈസ്റ്റ് ആണ്, തെക്ക് കിഴക്കാണ്. അപ്പൊ തെക്ക് പടിഞ്ഞാറുന്ന അഗ്നിമൂലയുടെ ഭാഗത്തോട് ഒഴുകി അപ്പോഴും വടക്ക് കിഴക്ക് പോകാം. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ അത് മഴ പെയ്യുമ്പോൾ മുകളിൽ ഉള്ള ജലമാണ്. ഇതല്ല നമ്മളിവിടെ ഈ പ്രദക്ഷിണമായി നീരൊഴുക്കുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത്, അടിയൊഴുക്കാണ് ഉദ്ദേശിക്കുന്നത്, ഭൂമിക്ക് അടിയിലുള്ളത്. ഇനി അടുത്ത വിത്ത് കുഴിച്ചിട്ടാൽ വേഗം മുളയ്ക്കുന്നതായിരിക്കണം. ഈ വേഗം എന്ന് വെച്ചാൽ എത്രയാണെന്നൊക്കെ അതൊക്കെ ഈ ഭൂപരീക്ഷണത്തിൽ വരും. വിത്ത് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്ന സ്ഥലം ഉത്തമമാണ്, കൂടുതൽ താമസമായാൽ അത് അധമമാണ്. ഒരു കുഴി കുഴിച്ച് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെ ആ കുഴിയിൽ നിറച്ചാൽ മണ്ണ് അവശേഷിക്കുന്ന ഭൂമി നല്ല. അപ്പൊ നമ്മളൊരു കുഴി കുഴിച്ചിട്ട് അതും ഈ പരീക്ഷണം ഭൂപരീക്ഷണം വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് വരും. അപ്പൊ ആ കുഴിയിലുള്ള മണ്ണ് വെളിയിലെടുത്തിട്ട് ആ മണ്ണ് തന്നെ തിരിച്ചിട്ടാൽ ആ കുഴി നിറഞ്ഞാലും പിന്നെയും മണ്ണ് അധികം വരികയാണെങ്കിൽ അത് ഉത്തമ ഭൂമിയാണ്. അതേസമയം കറക്റ്റ് ഈ തിരിച്ചിട്ടപ്പം കറക്റ്റായിട്ട് ആ കുഴി നിറഞ്ഞു, അധികവും ഇല്ല കുറവും ഇല്ല, അങ്ങനെ വരികയാണെങ്കിൽ അത് മധ്യമമാണ്. അതേസമയം തിരിച്ചിട്ടപ്പോഴത്തേക്ക് കുഴിയുടെ ലെവൽ വരുന്നില്ല, തീരെ താഴ്ന്നു കിടക്കുകയാണ്, അത്രേ മണ്ണുള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് അധമ ഭൂമിയാണ്. അപ്പൊ ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ഐറ്റമായി. 9ാമത്തെ കാലാവസ്ഥ എടുക്കുന്നത്, അതായത് ശീതോഷ്ണാവസ്ഥ തുല്യമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ പൊതുവെ അത്ര വലിയ ചൂട്, അത്ര വലിയ നമുക്ക് ഏത് തണുപ്പ് കാലത്ത് നമുക്ക് സ്വെറ്റർ ഇല്ലാതൊക്കെ ഇരിക്കാം ഇവിടെ. അതേസമയം ചില തണുപ്പ് രാജ്യങ്ങളൊക്കെ എത്ര സ്വെറ്റർ ഇട്ടാലും മതിയാവില്ല, അതുപോലെ വലിയ തണുപ്പായിരിക്കും. അപ്പൊ ആ ശീതോഷ്ണാവസ്ഥ ഏതാണ്ട് തുല്യമായിട്ടുള്ള നമ്മുടെ ഇവിടെ ഒക്കെ നല്ല ഭൂമിയാണ്. അതേസമയം അങ്ങേ അറ്റത്തുള്ള ചൂട് വന്ന വലിയ ചൂട്, തണുപ്പ് വന്ന വലിയ തണുപ്പ്, അങ്ങനെ വലിയ അതിശൈത്യവും അത്യുഷ്ണവും ഒക്കെയുള്ള സ്ഥലങ്ങളൊന്നും ഉത്തമ ഭൂമിയല്ല. ഈ 9 കാര്യങ്ങൾ ഇതാണ് ഉത്തമ ഭൂമി ലക്ഷണം എന്ന് എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ 9 കാര്യങ്ങൾക്കും അപ്പൊ നോക്കുക, ഈ 9 കാര്യങ്ങൾക്കും വിപരീതമായിട്ട് വന്നാൽ,
അത് മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷം ഇല്ലാത്തത്, മരങ്ങളൊന്നും ഇല്ലാതെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലം, നിരപ്പില്ലാതെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന സ്ഥലം, നല്ല പാറ പോലെ നല്ല കട്ടിയായിട്ടുള്ള സ്ഥലമുള്ളത്, പദവിന്യാസത്തിൽ മുഴക്കമില്ലാത്തത്, അങ്ങനെ ഇതിനൊക്കെ നേരെ വിപരീതമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അധമഭൂമിയാണ്. ഈ 9 കുറെ കാര്യങ്ങൾ ഉണ്ട്, കുറെ ഇപ്പോൾ 4 5 കാര്യങ്ങൾ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ അത് മധ്യമമാണ്. അപ്പൊ ഉത്തമമായിട്ടുള്ളത് എല്ലാം നല്ലതാണെങ്കിൽ ഉത്തമം, കുറെ കാര്യങ്ങൾ കൊള്ളാം, കുറെ കാര്യങ്ങൾ മോശമാണെങ്കിൽ മധ്യമം, എല്ലാം മോശമാണെങ്കിൽ അധമം. അതാണ് ഇതിന് വിപരീതമായിട്ടുള്ളത്. എല്ലാം വിപരീതമായിട്ട് വരികയാണെങ്കിൽ അത് അധമമാണ്. ഇവ ഇടകലർന്ന് വരുന്നത്, കുറെ നല്ലതും കുറെ മോശവും ആണ്, ഇടകലർന്ന് വരുന്നത് മധ്യമമാണ്. ഇതാണ് ഭൂമിയെ പറ്റിയുള്ള ഒരു ആദ്യത്തെ മനസ്സിലാക്കാനുള്ളത്. 9 അരയായി. അപ്പൊ ആദ്യത്തെ പുസ്തകമായിട്ട് നമ്മൾ ഇനി കൂടുതലെടുക്കുന്നില്ല. പുസ്തകം ഇല്ലാത്തൊരു പുസ്തകം എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ഈ ലാൽ ഇതിന്റെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ഡയറക്ടറാണ് TP ലാൽ. അപ്പൊ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തും ഉണ്ടെന്ന് തോന്നുന്നു. ലാൽ ഉണ്ടല്ലോ അല്ലേ? ലാലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ പുസ്തകങ്ങൾ 3 പുസ്തകമുണ്ട്. ഈ 3 പുസ്തകം കൊണ്ട് കംപ്ലീറ്റ് നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് കവർ ചെയ്യും. അപ്പൊ ഇതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഇതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലാലുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളൊക്കെ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ഇന്ന് പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. വാസ്തുവുമായി ബന്ധപ്പെട്ടായിരിക്കണം, വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം. ആർക്കും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ആർക്കും ചോദിക്കാനൊന്നുമില്ല. വാസ്തുപരമായിട്ടൊരു ചോദ്യം ചോദിക്കാനായിരുന്നു. ചോദിക്കൂ. നമ്മളൊരു വീട് വെക്കുമ്പോൾ കറക്റ്റ് കിഴക്കോട്ട് ചില വീടുകളെ നമ്മൾ വെക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അതിന്റെ കന്നിമൂല എന്ന് പറയുന്നത് വീടിന്റെ ആയിരിക്കുമോ അതോ ദിക്കിന്റെ ആയിരിക്കുമോ സാറേ? നമ്മുടെ വീട് ചരിഞ്ഞത് കൊണ്ട് ദിശകൾ ചരിയില്ല. ദിശ ഇപ്പൊ പടിഞ്ഞാറ് ആണെങ്കിൽ എപ്പോഴും ആ ദിശയ്ക്ക് പടിഞ്ഞാറ് കിഴക്ക് വടക്ക് തെക്കെന്ന് ഒരിക്കലും മാറ്റമില്ല. വീട് ചരിഞ്ഞതുകൊണ്ട് ദിശ മാറില്ല. അപ്പൊ വീട് അപ്പൊ ശരിക്കും നമ്മൾ കന്നിമൂല എന്ന് പറയാൻ ആയിരിക്കില്ല, കന്നിമൂല ആയിരിക്കില്ല. അപ്പൊ ചില നമ്മളിപ്പോ കന്നിമൂല എന്ന് വിചാരിക്കുന്ന ചിലപ്പോൾ ഈ ദിശാദോഷമുള്ള അതിനാ ദിശാദോഷമുള്ള വീടുകൾ എന്ന് പറയും. ദിശാദോഷം ഇത്ര ഡിഗ്രി എന്നാണ്. ദിശാദോഷം മാക്സിമം 45 ഡിഗ്രി വരെ ദിശാദോഷം വരാം. പിന്നെ അതിന് ദിശാദോഷം എല്ലാ ദോഷങ്ങളെയും നിസാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം എന്ന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് മിക്കവാറും ദോഷങ്ങളെല്ലാം. അപ്പൊ ദിശാദോഷം ആണെങ്കിൽ ഒരു കറക്റ്റ് ദിശയിൽ നിന്ന് 11 നമ്മൾ കോമ്പസ് വെച്ച് നോക്കിയാൽ, പിന്നെ മാഗ്നറ്റിക് കോമ്പസ് വെച്ച് നോക്കിയാൽ എത്ര ഡിഗ്രി ചരിവുണ്ട് വീടിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ചരിവ് എത്ര ഡിഗ്രിയാണ് ആദ്യം ഒരു വീട് നമ്മൾ നോക്കാൻ പോകണേ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിന്റെ ദിശാദോഷം ഉണ്ടെന്നാണ്. ദിശാദോഷം ഉണ്ടെങ്കിൽ ആ 11 ഡിഗ്രിയോ അതിൽ കുറവോ ആണെങ്കിൽ നിസ്സാര ദോഷമാണ്. അത് ദിശാദോഷം ഇല്ലാത്ത വീടായിട്ട് പരിഗണിക്കാം. 11 ഡിഗ്രി വരെ ഉള്ള ചരിവ്, 11 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെയാണ് ചരിവെങ്കിൽ അത് സാമാന്യ ദോഷമാണ്. 23 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള വീടുകൾ മഹാദോഷമാണ്. അങ്ങനെ ഈ ദിശാദോഷം ഇങ്ങനെ 3 വിധത്തിലുണ്ട്. മിക്കവാറും ദോഷങ്ങളെല്ലാം 3 വിധത്തിലുണ്ട്. അപ്പൊ ഇതില് പിന്നെ അപ്പൊ കോമ്പസ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ദിശ മനസ്സിലാക്കാം. അപ്പൊ ഈ ദിശാദോഷം ഇപ്പൊ ഒരു 30 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി ചരിവുള്ള വീടാണെങ്കിൽ അവിടെ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയാൻ ഒക്കില്ല. തെക്ക് മൂല, വടക്ക് മൂല, കിഴക്ക് മൂല, പടിഞ്ഞാറ് മൂല എന്ന് പറയാൻ ഒക്കുള്ളൂ. അവിടുത്തെ തെക്കെന്ന് പറയുന്ന ആ തെക്ക് വശത്തിന്റെ മധ്യമായിരിക്കും തെക്ക് പടിഞ്ഞാറെന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് മൂല ഈ ദിശാദോഷം ഇല്ലാത്ത വീട് ഇപ്പൊ നമ്മൾ കറക്റ്റ് കിഴക്കോട്ടാണ്, കിഴക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഏത് ദിശയിലോട്ടോ വീട് ആയിക്കോട്ടെ അത് കറക്റ്റ് ദിശയിലേക്കുള്ള വീടാണ്. അതേസമയം ചരിവുള്ള വീടാണെങ്കിൽ നമ്മൾ എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ച സ്കെയിലിൽ വരച്ചു നോക്കിയാലേ എവിടെയാണ് കന്നി ഇപ്പോൾ ഒരു കിണർ എവിടെ ഉണ്ടെങ്കില്ല, കിണർ എവിടെ വരുന്നു, ഗേറ്റ് എവിടെ വരുന്നു, ടോയ്ലറ്റ് എവിടെ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ പടവും ആ പിന്നെ പ്ലോട്ടിന്റെ പടവും സ്കെയിലിൽ വരയ്ക്കണം. സ്കെയിലിൽ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് കറക്റ്റായിട്ട് നമുക്ക് എവിടെയൊക്കെ വരും, ടോയ്ലറ്റ് എവിടെയൊക്കെ ഏത് ദിശയിലാണ് വരുന്നത്, ഗേറ്റ് എവിടെയാണ് വരുന്നത്, ബെഡ്റൂം എവിടെയാണ് വരുന്നത്, പൂജാമുറി എവിടെയാണ് വരുന്നത്, അടുക്കള എവിടെയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വെറുതെ നമ്മൾ നോക്കിയിട്ട് അത് കന്നിമൂല എന്ന് പറയാൻ ശരിയാവില്ല. കോമ്പസ് വെച്ച് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് പറയാവൂ. സംശയം ക്ലിയർ ആയോ? ഓക്കെ സാറേ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം? സാറേ, ഈ കന്നിമൂലയിൽ കൂടി നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ പൈപ്പ്
ആ സൈഡിൽ കൂടെ പോകുന്നതിന് വല്ല ദോഷങ്ങൾ വല്ലതും ഉണ്ടോ? അത് പലരും അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതിനകത്ത് യാതൊരു കാര്യമില്ല. മണ്ണിന് അടിയിൽ കൂടി പൈപ്പിട്ടുകൊണ്ടാണ് പോവുകയാണെങ്കിൽ അത് കന്നിമൂലയെ കൂടെ, ശരിക്കും പറഞ്ഞാൽ കന്നിമൂലയേക്കാൾ കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ് ഈശാനമൂല, നോർത്ത് ഈസ്റ്റ്. ദൈവികമായ മൂല എന്നാണ് പറയുന്നത്, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ശിവന്റെ സാന്നിധ്യമുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ കൂടെ പിന്നെ പൈപ്പിട്ട് പോകുന്നത് കന്നിമൂലയെ കൂടെ പോകുന്നതിനേക്കാൾ ദോഷമാണ് ഈശാനമൂലയുടെ. പക്ഷെ അത് ഏതായാലും ഇല്ല, മണ്ണിനടിയിൽ കൂടി പൈപ്പിനകത്തൂടെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല, അങ്ങ് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ട് അത് മണ്ണിനടിയിൽ കൂടെ പൈപ്പിട്ടാണ് പോകുന്നതെങ്കിൽ എവിടെ കൂടെ എടുക്കുന്നതിനും യാതൊരു ദോഷവും ഇല്ല, ഒരു ഇതിനകത്ത് അങ്ങനെ പറയുന്നത്. പക്ഷെ അത് ഓപ്പൺ ട്രെയിൻ ആണെങ്കിൽ, ഇപ്പം മഴവെള്ളമൊക്കെ ഒഴുകി പോകാനായിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒഴുകായിട്ടോ ഓപ്പൺ ആയിട്ടുള്ള ട്രെയിൻ, വെള്ളം ഒഴുകുന്നത് മുകളിൽ അടപ്പില്ലാത്ത ട്രെയിൻ ആണെങ്കിൽ ഒരിക്കലും കന്നിമൂലയിൽ കൂടെ പാടില്ല. ഓപ്പൺ ആയിട്ടുള്ള വെള്ളം ഒഴുകാൻ കന്നിമൂലയിൽ കൂടെ പാടില്ല. അങ്ങനെ കന്നിമൂലയിൽ കൂടെ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ഒന്നുകിൽ അത് മണ്ണിനടിയിലുള്ള പൈപ്പിലായിരിക്കണം, അല്ലെങ്കിൽ ഓടയിലാണെങ്കിൽ ആ ഓടയ്ക്ക് അടപ്പുണ്ടായിരിക്കണം, ക്ലോസ്ഡ് ഓടയായിരിക്കണം. ക്ലിയർ ആയല്ലോ? മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് അടുത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അല്ലാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാം. സാറേ, നമ്മളൊരു വീട് വെക്കുമ്പോൾ സ്ക്വയർ അല്ലാതെ ത്രികോണം മാതിരിയുള്ള വസ്തുവാണെങ്കിൽ നമ്മൾ വീട് വെക്കുമ്പോൾ ചിലപ്പോൾ ആ വസ്തുവെ നമുക്ക് വീട് വെക്കാനുള്ളൂ എങ്കിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങൾ മാറാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സാറേ? ആ പിന്നെ നമുക്ക് ഏതൊക്കെ ആകൃതിയിലുള്ള വീടുകളാകാം. ശരിക്കും പറഞ്ഞാല് ഇത് വസ്തുവിന്റെ കാര്യമാണ്. വസ്തുവിന് രണ്ട് ഷേപ്പേ ഉള്ളൂ, ഒന്നുകിൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ. അത് സമചതുരമായ ഭൂമി നല്ലതാണ്, റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ദീർഘചതുരമായ ഭൂമി നല്ലതാണ്. ദീർഘചതുരമാണെങ്കിൽ തെക്കോടൊക്കെ ദീർഘം കൂടി കിഴക്ക് പടിഞ്ഞാറ് ദീർഘം കുറഞ്ഞു ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെയുള്ള ഭൂമി നല്ലതാണ്. വൃത്താകൃതിയിലുള്ളത്, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളത്, അല്ലെങ്കിൽ 5 വശങ്ങളുള്ളത്, 6 വശങ്ങളുള്ളത്, അങ്ങനെയുള്ള ഭൂമിയൊക്കെ ദോഷകരമാണ്. അതിനെ കറക്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ആക്കിയത് കറക്റ്റാക്കാം. സാധാരണ സ്ഥലം ഉണ്ടെങ്കിൽ, വീട് കഴിഞ്ഞ് വെളിയിലോട്ടൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ ഈ ഭൂമിയുടെ ദോഷമായിട്ടുള്ള ആകൃതിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സ്ഥലങ്ങൾ ഒക്കില്ല. ചില വീടുകൾക്ക് അങ്ങനെ ആ പിന്നെ വസ്തുവിന്റെ ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് ഉത്തമത്തിലേക്ക് റെക്റ്റാങ്കിളോ സ്ക്വയറോ ആക്കി സാധിക്കാത്ത കേസ് വരും. അങ്ങനെയുള്ളിടത്ത് അതിനുള്ള പരിഹാരങ്ങളുണ്ട്, പരിഹാരങ്ങൾ ചെയ്യണം. ആ പരിഹാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അത് ആ പരിഹാരങ്ങൾ കൂടുതൽ ഇരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ്. കാരണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ആ കോൺഫിഡൻസും അറിവും ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേസിക് കോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിവ് കിട്ടും, പക്ഷെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സ്പോഷർ വരണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സ് കഴിയണം. സംശയം ക്ലിയർ ആയല്ലോ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ആർക്കും സംശയം ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമ്മള് ക്ലാസിന്റെ ഇടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയമായിരിക്കണം. അവസാനം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയങ്ങളൊക്കെ അവസാനം ചോദിക്കാൻ സമയം കിട്ടും. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കളെ നോട്ട് ചെയ്തിട്ടൊക്കെ വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാരണം ഇത് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, നിങ്ങളൊക്കെ വെറുതെ കേട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അത് ലൈവ് ആവില്ല. ക്ലാസ് ഒരു കുറച്ചുകൂടെ ലൈവ് ആകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക, അപ്പോൾ ഞാൻ പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ കൂടെ വന്നാലേ ക്ലാസ്സിന് ഒരു ലൈവ് ആവുകയുള്ളൂ. പൊതുവെ ഈ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കുറച്ചുകൂടെ ചോദിക്കാൻ മുഖത്ത് നോക്കി തന്നെ ചോദിക്കാൻ പറ്റും. ഇത് നമുക്ക് പടത്തിൽ കൂടെ കാണുന്നതല്ലാതെ നമുക്ക് നേരിട്ട് കാണാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നോട്ട് ചെയ്തുകൊണ്ട് വരിക, ക്ലാസ്സിൽ ചോദിക്കുക. അപ്പം വേറെ സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫ് ചെയ്യാണ്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ 9:40 ആയുള്ളൂ. സാധാരണ നമ്മൾ 9:45 വരെയൊക്കെയാണ് ക്ലാസ്, ഇൻക്ലൂഡിങ് ആ സംശയങ്ങൾക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് സമയം സംശയം ചോദിക്കാൻ കാണും. അപ്പോൾ സംശയം ആരും ചോദിക്കാത്തതുകൊണ്ട് ഇന്ന് ക്ലാസ് ഓഫ് ചെയ്യാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.